ഭീഷണിപ്പെടുത്തുന്നതോ അധിക്ഷേപിക്കുന്നതോ അപമാനകരമായതോ അപകീർത്തികരമായതോ ആയ ഏതെങ്കിലും കാര്യം നിർമ്മിക്കുകയോ പ്രകടിപ്പിക്കുകയോ പ്രസിദ്ധീകരിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നതിനുള്ള ശിക്ഷ. ഒരാളെയോ ഒരു വിഭാഗം ആളുകളുടെയോ ഭീഷണിപ്പെടുത്തുന്നതിനോ അധിക്ഷേപിക്കുന്നതിനോ അപമാനിക്കുന്നതിനോ അപകീർത്തിപ്പെടുത്തുന്നതിനോ വേണ്ടി ഏതെങ്കിലും കാര്യമോ വിഷയമോ വ്യാജമെന്ന് അറിഞ്ഞുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള വിനിമയോപാധിയിലൂടെ നിർമ്മിക്കുകയോ പ്രകടിപ്പിക്കുകയോ പ്രസിദ്ധീകരിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുകയും അത് അങ്ങനെയുള്ള ആളിന്റെയോ ഒരു വിഭാഗം ആളുകളുടെയോ അവർക്ക് താല്പര്യമുള്ള മറ്റേതെങ്കിലും ആളിന്റെയോ മനസ്സിനോ ഖ്യാതിക്കോ വസ്തുവിനോ ഹാനി ഉണ്ടാക്കുവാനിടയാക്കുകയും ചെയ്യുന്ന ഏതൊരാളുടെയും കുറ്റസ്ഥാപനത്തിന്മേൽ 3 വർഷം വരെയാകാവുന്ന തടവോ 10,000 രൂപ പിഴയോ ഇവ രണ്ടും കൂടെയോ ശിക്ഷിക്കേണ്ടതാണ്. കേരള പോലീസ് ആക്ട് ഒരു ഓർഡിനൻസിലൂടെ ഭേദഗതി ചെയ്തുകൊണ്ട് 18A എന്ന ഒരു പുതിയ വകുപ്പ് ഉൾപ്പെടുത്തിയിരിക്കുന്നു. നിയമത്തിന് ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ കൊണ്ടുവരും എന്നാണ് സംസ്ഥാന പോലീസ് മേധാവി പറയുന്നത്. ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ പരിഗണിക്കുമെന്ന് മുഖ്യമന്ത്രിയും പറയുന്നു. ഈ രണ്ട് വിശദീകരണങ്ങൾ കൊണ്ട് അകലുന്നതാണോ സാധാരണ പൌരന്റെ ആശങ്ക എന്നാണ് സ്പെഷ്യൽ എഡിഷൻ ഇന്ന് പരിശോധിക്കുന്നത്. നമ്മളോടൊപ്പം അതിഥികളായി CPM നേതാവ് VPP മുസ്തഫ, ഫോർവേഡ് ബ്ലോക്ക് നേതാവ് G ദേവരാജൻ, സൈബർ ആക്ടിവിസ്റ്റ് അനിവർ അരവിന്ദ്, അഭിഭാഷകൻ അമീൻ ഹസൻ എന്നിവർ ചേരും. ആദ്യം G ദേവരാജനിലേക്ക്. ശ്രീ G ദേവരാജൻ, IT ആക്ടിലെ 66A മുൻപ് സുപ്രീം കോടതി റദ്ദാക്കിയതിനെ തുടർന്ന് ഒരു വലിയ സംവാദം ഈ വിഷയത്തിൽ ഉയർന്നു വന്നതാണ്. അന്ന് സുപ്രീം കോടതിയുടെ നിരീക്ഷണങ്ങൾ ധാരാളമായി ചർച്ച ചെയ്യപ്പെട്ടതുമാണ്. ഇപ്പോൾ ഈ നിയമം കൊണ്ടുവരുന്നതിലൂടെ സർക്കാർ വിശദീകരിക്കുന്നത് സ്ത്രീകൾ, ട്രാൻസ്ജെൻഡേഴ്സ് തുടങ്ങിയ ആളുകൾക്കെതിരെ പ്രത്യേകമായി ചില സ്വകാര്യ വ്യക്തിഗത സൈബർ ഇടങ്ങളിൽ നടക്കുന്ന അധിക്ഷേപങ്ങൾ അത് കുടുംബങ്ങളെ തന്നെ തകർക്കുകയും വ്യക്തികളെ അപമാനിക്കുകയും ചെയ്യുന്നതാണ് എന്ന് തുടങ്ങിയ ധാരാളം പരാതികൾ സർക്കാരിന് ലഭിക്കുന്നുവെന്നാണ്. ഇതേ തുടർന്നാണ് ഇത്തരം ഒരു നിയമനിർമ്മാണം നടത്തിയതെന്ന് മുഖ്യമന്ത്രി പറയുന്നു. അതേ മുഖ്യമന്ത്രി തന്നെ അവസാനം പറയുന്നു, ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ സർക്കാർ പരിഗണിക്കുകയും ചെയ്യും എന്ന്. ഒരു ഓർഡിനൻസ് വഴി ഒരു നിയമനിർമ്മാണം നടത്തുന്നത് അതിന്റെ ഒരു അടിയന്തര സാഹചര്യം പരിഗണിച്ചായിരിക്കുമല്ലോ. എന്താകും ഇങ്ങനെ ഒരു നിയമനിർമ്മാണത്തിന്റെ ഉദ്ദേശം? ഇത് സംബന്ധിച്ച മന്ത്രിസഭാ തീരുമാനം വന്നപ്പോൾ തന്നെ നിരവധി വിമർശനം ഉയർന്നതാണ്. എന്നിട്ടും അതിലാകെ വരുത്തിയിരിക്കുന്ന മാറ്റം, അന്ന് മന്ത്രിസഭാ യോഗത്തിലെ തീരുമാനത്തിൽ 5 വർഷമാണ് ശിക്ഷ പറഞ്ഞതെങ്കിൽ ഇപ്പോൾ 3 വർഷം ശിക്ഷയാക്കി കുറച്ചിരിക്കുന്നു എന്നല്ലാതെ മറ്റൊരു മാറ്റവുമില്ല. ഈ നിയമ ഭേദഗതിയുടെ ലക്ഷ്യം എന്താകും? അല്ല, വളരെ നിർഭാഗ്യകരമായ ഒരു നടപടിയാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പ്രാഥമികമായി പറയുകയാണെങ്കിൽ ഇടതുപക്ഷ പുരോഗമന രാഷ്ട്രീയത്തിന് നിരക്കുന്ന ഒരു നടപടിയല്ല ഇപ്പോൾ സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. കാരണം ഇവിടെ പരാമർശിക്കപ്പെട്ട 2000-ലെ IT ആക്ടിലെ 66A സുപ്രീം കോടതി റദ്ദാക്കിയപ്പോഴും അതുപോലെ തന്നെ ഇതേ കേരള പോലീസ് ആക്ടിലെ ഈ 118 റദ്ദാക്കിയപ്പോഴും നമ്മളതിനെ സ്വാഗതം ചെയ്തതാണ്. കാരണം ഭരണഘടന ഉറപ്പ് നൽകുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം, അഭിപ്രായം പ്രകടിപ്പിക്കുവാനുള്ള സ്വാതന്ത്ര്യത്തിന്റെ കടക്കൽ കത്തിവെക്കുന്നതാണ് ഈ നിയമങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഈ നിയമങ്ങളെ റദ്ദ് ചെയ്തത്. അന്ന് ഇടതുപക്ഷ പാർട്ടികൾ, വിശേഷിച്ചും CPIM ഉൾപ്പെടെ എല്ലാ ഇടതു പാർട്ടികളും പുരോഗമന പ്രസ്ഥാനങ്ങളും ഇതിനെ സ്വാഗതം ചെയ്തു. കാരണം ഇത് വളരെ ദൂരവ്യാപകമായ അർത്ഥത്തിൽ ദുരുപയോഗം ചെയ്യുന്നുവെന്ന് കണ്ടെത്തിയത് കൊണ്ടാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്ക് അങ്ങനെ ഒരു നിലപാട് എടുക്കേണ്ടി വന്നത്. അതിന് നിരവധിയായിട്ടുള്ള വിദ്യാർത്ഥികളടക്കമുള്ള ആളുകൾ സുപ്രീം കോടതിയിൽ കേസുമായി എത്തിയതിന്റെ പശ്ചാത്തലത്തിൽ കൂടെയാണ് അന്ന് അങ്ങനെ ഒരു വിധി പ്രസ്താവ്യം ഉണ്ടായത്. ഇന്നിപ്പോൾ അന്ന് എതിർത്ത ആളുകൾ തന്നെ അവരുടെ സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട് എന്ന് തന്നെ ഞാൻ പറയുകയാണ്, ഇപ്രകാരം ഒരു നിയമനിർമ്മാണം നടത്തുന്നതാണ് ദൗർഭാഗ്യകരം എന്ന് ഞാൻ പറഞ്ഞത്. 2, ഇവിടെ പരാമർശിക്കപ്പെട്ട രീതിയിൽ ഈ ഓർഡിനൻസ് എന്ന് പറയുന്ന സംവിധാനം എന്തിനാണ്? 2 നിയമസഭാ സമ്മേളനങ്ങളുടെ കാലയളവിനിടയ്ക്ക് അടിയന്തര പ്രാധാന്യമുള്ള ഏതെങ്കിലും ഒരു നിയമനിർമ്മാണം ആവശ്യമായി വന്നാൽ ഗവൺമെന്റിന് സ്വീകരിക്കാവുന്ന ഒരു സംവിധാനമാണ് ഈ ഓർഡിനൻസ്. ഇപ്പോൾ ഇപ്രകാരം ഒരു ഓർഡിനൻസ് കൊണ്ടുവന്ന് അത് പാസാക്കി എടുക്കേണ്ടുന്ന ഒരു സാഹചര്യം നമ്മുടെ മുമ്പിൽ ഇപ്പോഴുണ്ടായിട്ടില്ല. മാത്രവുമല്ല, അത് കുറേ ദിവസമായി ഗവർണറുടെ മേശപ്പുറത്ത് വിശ്രമിക്കുകയുമായിരുന്നു. കാരണം അത് ഭരണഘടനയ്ക്ക് എതിരാണ്,
കോടതിയിൽ ചോദ്യം ചെയ്താൽ നിലനിൽക്കുന്നതല്ല. കാരണം സുപ്രീം കോടതിയുടെ വ്യക്തമായ വിധി പ്രസ്താവം അവിടെയുണ്ട്. അതുകൊണ്ട് കോടതിയിൽ ചോദ്യം ചെയ്താൽ നിലനിൽക്കുന്നതല്ല. എന്നിട്ടും എത്ര ദിവസം കിട്ടുന്നോ അത്രയും ദിവസമെങ്കിലും ഇത് പ്രാബല്യത്തിലാക്കി അതിന്റെ പ്രയോജനം ഉണ്ടാക്കാം എന്ന ഒരു ചിന്തയാണ് ഈ പറഞ്ഞ ഒരു ഓർഡിനൻസ് മുഖാന്തരം. VPP മുസ്തഫ ചേരുന്നു, CPM നേതാവ്. ശ്രീ VPP മുസ്തഫ, IT ആക്ടിലെ 66A വകുപ്പിന്റെ ഗതി എന്തായെന്ന് നിങ്ങൾക്ക് നന്നായി അറിയാം. നിങ്ങൾ അതിനെ നന്നായി എതിർത്തവരാണ്, വളരെ ക്രിയാത്മകമായി അതിനെ വിമർശിച്ചവരാണ്. അത് റദ്ദാക്കിക്കൊണ്ട് സുപ്രീം കോടതി നടത്തിയ നിരീക്ഷണത്തെക്കുറിച്ചും നിങ്ങൾക്ക് നന്നായി അറിയാം. ഇതൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് അതിനേക്കാൾ പല്ലും നഖവുമുള്ള ഒരു ഡ്രാക്കോണിയൻ ലോ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്നത്, നിങ്ങൾ അതിനെ ഡ്രാക്കോണിയൻ ലോ എന്ന് വിശേഷിപ്പിച്ചെങ്കിൽ അതിൽ നിന്ന് കുറെ കൂടി രൂക്ഷമായ വ്യവസ്ഥകളുള്ള ഒരു നിയമം നിങ്ങളുടെ സർക്കാർ ഉണ്ടാക്കിയിരിക്കുകയാണ്. അത് ഒരു അടിയന്തര പ്രാധാന്യമുള്ള ഒരു വിഷയമെന്ന നിലയിൽ എന്തെങ്കിലും കൺസൾട്ടേഷൻ പോലും നടത്താതെ ഒരു ഓർഡിനൻസിലൂടെ നിയമ ഭേദഗതി കൊണ്ടുവന്നിരിക്കുന്നു. എന്താണ് ഇതിനുള്ള പശ്ചാത്തലം? ഇതേക്കുറിച്ച് മന്ത്രിസഭാ തീരുമാനം ഉണ്ടായപ്പോൾ തന്നെ ഉയർന്ന വിമർശനങ്ങളെ എന്തുകൊണ്ടാണ് സർക്കാർ പരിഗണിക്കാതെ അതങ്ങനെ തന്നെ നടപ്പാക്കുന്നത്? 118A ഭേദഗതി ഉയർത്തിയിട്ടുള്ള ആശങ്ക ന്യായമായിരിക്കും. അതല്ല എന്ന് ഞങ്ങൾ പറയുന്നില്ല. അതുകൊണ്ടാണല്ലോ നമുക്ക് ഗൗരവമായിട്ട് തന്നെ ഈ വിഷയത്തിൽ ചർച്ച ചെയ്യാൻ കഴിയുന്നത്. അതുകൊണ്ട് അത് നമ്മുടെ സമൂഹത്തിന്റെ ഒരു ജാഗ്രതയുടെ ഭാഗമാണ്. എന്നാൽ ആ ആശങ്ക അടിസ്ഥാനമില്ല. ഉയർന്നു വന്ന ആശങ്കകളെ കുറിച്ച് ഇന്ന് ആശങ്കകൾ ഉയർന്നു വന്നു, വ്യാപകമായ ചർച്ചകൾ ഉയർന്നു വന്നു. ഇന്ന് തന്നെ മുഖ്യമന്ത്രി അതിൽ പ്രതികരണം നടത്താനും സന്നദ്ധമായിട്ടുണ്ട്. ആ ആശങ്കകളെ അതേ പ്രാധാന്യത്തോടുകൂടി ഗവൺമെന്റ് കാണുന്നു, മുഖ്യമന്ത്രി കാണുന്നു എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം സൂചിപ്പിക്കുന്നത്. അത്തരം ആശങ്കകൾക്ക് അടിസ്ഥാനമില്ല. ഇനി അഥവാ അത്തരം ആശങ്കകൾ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ബില്ലായി നിയമസഭയിൽ വന്ന് നിയമമാകേണ്ടതാണ്. അത്തരം കാര്യങ്ങളിൽ ക്രിയാത്മകമായ ആ നിർദ്ദേശങ്ങളെല്ലാം സ്വീകരിക്കാൻ സർക്കാർ സന്നദ്ധമാണ് എന്നും അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആശങ്കകളെയൊന്നും ഞങ്ങൾ തള്ളിക്കളയുന്നില്ല. ആശങ്കകൾ ഉയർന്നു വരുന്നതിൽ കാരണമുണ്ട്. പക്ഷെ ഇവിടെ ഇപ്പോൾ എന്താ പ്രശ്നം? ഞങ്ങൾ ഏതെങ്കിലും തരത്തിൽ മാധ്യമ സ്വാതന്ത്ര്യത്തെ ഹനിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയിൽ നിന്ന് അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞു, മാധ്യമ സ്വാതന്ത്ര്യത്തെ ഉയർത്തിപ്പിടിക്കുന്നു. അത് സമൂഹത്തിന്റെ അവകാശമാണ്, ഭരണഘടനാപരമായ അവകാശമാണ്. അതുപോലെ തന്നെ തുല്യ പ്രാധാന്യത്തോടു കൂടി കാണേണ്ടതാണ് വ്യക്തികളുടെ സ്വാതന്ത്ര്യവും എന്നുള്ളത്. ആ വ്യക്തികളുടെ സ്വാതന്ത്ര്യവും ഭരണഘടനാപരമായി സംരക്ഷിക്കപ്പെടേണ്ടതാണ്. മാധ്യമ സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ നിയമങ്ങളും വകുപ്പുകളും ഉള്ളതുപോലെ തന്നെ വ്യക്തികളുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കാനും നിയമം അനിവാര്യമായി വരികയാണെങ്കിൽ നിയമങ്ങൾ ഉണ്ടാക്കേണ്ടി വരും. അത്തരത്തിലാണ് ഇടപെട്ടിട്ടുള്ളത്. എന്താണ് ഇപ്പൊ അടിയന്തര സാഹചര്യം എന്നുള്ളതാണ്. മെയ് 11 തീയതി കേരള ഹൈക്കോടതിയിൽ നിന്ന് വന്നിട്ടുള്ള വിധിയുണ്ട്. നിങ്ങളെല്ലാം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ആ വിധിയിൽ വളരെ കൃത്യമായിട്ട് ഗവൺമെന്റിനോട് നിർദ്ദേശിച്ചിരിക്കുകയാണല്ലോ. ചീഫ് സെക്രട്ടറിയോടും അതുപോലെ തന്നെ DGPയോടും ഹൈക്കോടതി നൽകിയിട്ടുള്ള നിർദ്ദേശം നമ്മുടെ മുമ്പിൽ ഉള്ളതാണല്ലോ. ഇത്തരത്തിൽ അബ്യൂസീവായിട്ട് അല്ലെങ്കിൽ ഡിഫമേറ്ററി ആയിട്ട് സോഷ്യൽ മീഡിയയിൽ വരുന്ന ഇത്തരം പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാൻ നിലവിൽ ഉള്ള വകുപ്പുകൾ, IT ആക്ടിലെ വകുപ്പുകൾ പോരാതെ വരുന്നു. അതുകൊണ്ട് ഗവൺമെന്റ് ആവശ്യമായ നിയമ നടപടി സ്വീകരിക്കണമെന്ന് കേരള ഹൈക്കോടതി ഈ മെയ് 12 തീയതി പുറപ്പെടുവിച്ചിട്ടുള്ള ഉത്തരവിലുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഗവൺമെന്റിന് എന്തെങ്കിലും ഒരു പുതിയ തോന്നൽ ഉണ്ടായിട്ടില്ല. ദ കേരള ഹൈക്കോർട്ട് ഹാസ് സജസ്റ്റഡ് ദാറ്റ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ് enacted law to curtail the use of abusive and unparliamentary language during discussions in social media. ഇത് വളരെ കൃത്യമായിട്ട് എന്നിട്ട് അത് പറയുകയാണ്, some of the abusive and unparliamentary comments may not come within the four concerns of section 67 of the Information Technology Act. In such situation, the state has to wake up and legislate appropriate enactment to curtail the social media war എന്ന് 2020 മെയ് 12 കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് നിങ്ങൾ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അല്ലാതെ ഗവൺമെന്റിന് സ്വയം ഒരു ബോധ്യം വന്നിട്ട് ഇപ്പൊ ചെയ്യുന്നതല്ല. VPP മുസ്തഫ, താങ്കളാണ് ആദ്യമായി ഇത്തരം ഒരു ഹൈക്കോടതി നിർദ്ദേശം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഈ നിയമ ഭേദഗതി ന്യായീകരിക്കും. നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം. മെയ് മാസത്തിൽ ഇങ്ങനെ ഒരു ഹൈക്കോടതി വിധി ഉണ്ടായി. അതിനുശേഷം നിയമസഭ ചേർന്നോ ഇല്ലേ? എന്തുകൊണ്ടാണ് നിയമസഭയിൽ ചർച്ച ചെയ്യാതെ ഇങ്ങനെ ഒരു നിയമനിർമ്മാണം ഓർഡിനൻസ് വഴി ഇപ്പോൾ കൊണ്ടുവന്നത്? ഒരു നിയമനിർമ്മാണം എന്ന് പറയുന്നത്, അതിന്റെ തുടർന്നുണ്ടായ നിയമസഭാ സമ്മേളനം എന്ന് പറയുന്നത് എത്ര ദിവസമാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതും അതില് തന്നെ എത്ര നിയമങ്ങൾ എടുക്കേണ്ടി വന്നു, അതിനു മുമ്പേ പാസ്സാക്കിയിട്ടുള്ള, മെയ് മാസത്തിന് മുമ്പേ പാസ്സാക്കിയിട്ടുള്ള ചില ഓർഡിനൻസുകൾ നിയമമാക്കി വരേണ്ടി വന്നതും എല്ലാം നിങ്ങൾ കണ്ടതാണല്ലോ.
അപ്പോൾ ഇത് ഈ ദോശ ചുടുന്നതുപോലെ ഒരു എളുപ്പമുള്ള പ്രക്രിയയാണോ നിയമനിർമ്മാണം? മെയ് മാസത്തിൽ ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി നിങ്ങൾക്ക് 6 മാസം കിട്ടി. ഇതിനിടയിൽ നിയമസഭാ സമ്മേളനം നടന്നു. അപ്പോൾ വളരെ പെട്ടെന്ന് തിടുക്കപ്പെട്ട് ഇങ്ങനെ ഒരു ഓർഡിനൻസിലൂടെ നിയമ ഭേദഗതി നടത്തുന്നത് എന്തിനാണ്? ഒരു ഓർഡിനൻസ് നിയമസഭ തന്നെ വെറ്റ് ചെയ്യണം. അതിന് 6 മാസമാണ് പരമാവധി കാലാവധി. അതായത് ഈ സർക്കാരിന്റെയും പരമാവധി കാലാവധി ഇനി 6 മാസം മാത്രമാണ്. ഇത് എത്ര ദിവസമായി ഗവർണറുടെ മേശപ്പുറത്ത് കിടക്കുന്നു. അങ്ങനെയും നിങ്ങൾ മാധ്യമങ്ങൾ തന്നെയല്ലേ റിപ്പോർട്ട് ചെയ്തത്? ഈ ഓർഡിനൻസ് ഗവൺമെന്റിൽ നിന്ന് പോയിട്ട് ഗവർണറുടെ അടുത്ത് എത്ര ദിവസം കിടക്കുന്നു? താങ്കൾ പറയുന്ന പോലെ അപ്പം ചുടുന്നത് പോലെ വളരെ വേഗത്തിൽ ഗവൺമെന്റ് എന്തോ ഉണ്ടാക്കി കൊണ്ടുവന്നതാണോ? അങ്ങനെയല്ല മറ്റൊരു സാഹചര്യം. ഹൈക്കോടതി വിധി ഒരു നിമിഷം എത്ര ആഴ്ചകൾ പിന്നിട്ടു? താങ്കൾ ഈ ഹൈക്കോടതി വിധി ചൂണ്ടിക്കാട്ടിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ആ ചോദ്യം ഉന്നയിച്ചത്. ഈ നിയമ ഭേദഗതി വരാൻ ഒരു നിമിഷം VP മുസ്തഫ, ഈ നിയമ ഭേദഗതി വരാൻ വളരെ റീസെന്റ് ആയിട്ടുള്ള കാരണമുണ്ടായിരുന്നു. ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മിക്കെതിരെ സൈബർ അബ്യൂസ് നടന്നപ്പോൾ അതേ തുടർന്ന് പരാതി ഉയർന്നപ്പോഴാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഇതിനു വേണ്ടി നിയമനിർമ്മാണം ഉണ്ടാക്കുമെന്ന് വളരെ പെട്ടെന്ന് പ്രതികരിച്ചത്. ആ പ്രതികരണത്തെ തുടർന്നാണ് നിയമം ഉണ്ടായത്. അല്ലാതെ ഹൈക്കോടതി വിധിയെക്കുറിച്ച് അന്നും മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല. അല്ല, അന്ന് മുഖ്യമന്ത്രി അത് ആ പ്രത്യേക സന്ദർഭത്തിൽ പറഞ്ഞില്ല എന്നുള്ളത് കൊണ്ട് ഈ ഹൈക്കോടതിയുടെ വിധി ഇല്ലാതാകുന്നുണ്ടോ? ഹൈക്കോടതി വിധി ഉണ്ടായിട്ടും സഭയിൽ അത് ചർച്ച ചെയ്യാനുള്ള സാവകാശം നിങ്ങൾക്ക് ലഭിച്ചു. നിങ്ങൾ അത് ചെയ്തില്ല എന്നാണ് ഞാൻ ചൂണ്ടിക്കാട്ടിയത്. അല്ല, ഞാൻ പറഞ്ഞത് ഇത്രേ ഉള്ളൂ. കാരണം അങ്ങനെ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തെ സംബന്ധിച്ചിടത്തോളം അതിന് മുമ്പേ തന്നെയുള്ള ഓർഡിനൻസുകൾ ഉൾപ്പെടെ ബില്ലാക്കി കൊണ്ടുവരേണ്ടതുണ്ട്. അതിന്റെ സാവകാശം മാത്രമേ അതിന് ലഭിച്ചിട്ടുള്ളൂ. അത്രയും ദിവസമേ നിയമസഭാ സമ്മേളനം ചേരാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളൂ. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഇതിനെ സംബന്ധിച്ചിട്ടുള്ള ചർച്ചകൾ നടന്നു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്താണ് ഭാഗ്യലക്ഷ്മി കേസും കൂടി വരുന്നത്. അത് വളരെ സ്പെസിഫിക് ആയിട്ട് മുഖ്യമന്ത്രി പറഞ്ഞു. അത് നമ്മുടെ മുമ്പിലുള്ള അനുഭവമല്ലേ? അങ്ങനെയാണെങ്കിൽ VP മുസ്തഫ കഴിഞ്ഞ മെയ് മാസത്തിലുണ്ടായ ഹൈക്കോടതി നിർദ്ദേശം നിങ്ങളുടെ മുമ്പിലുണ്ട്. നിങ്ങൾക്കൊരു ഓർഡിനൻസ് ഇറക്കാൻ 6 മാസം കാലതാമസം വന്നു എങ്കിൽ ഒരു 6 മാസം കൂടി കാത്തിരുന്ന് ഈ സർക്കാർ നിലനിൽക്കുന്നോ, തുടർഭരണം ഉണ്ടാകുമോ, അടുത്ത സർക്കാർ വരുമോ, അടുത്ത അസംബ്ലിയിൽ ഇത് ചർച്ച ചെയ്ത് നിയമസഭാംഗങ്ങളുടെ കൂടി പരിഗണനയോടെ ഇതൊരു നിയമമാക്കാമെന്ന് നിങ്ങൾ കരുതാത്തത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് അങ്ങനെ ഗവൺമെന്റിന്റെ കാലതാമസത്തെ കുറിച്ചും എടുക്കുന്ന സമയത്തെ കുറിച്ചും എല്ലാം ആക്ഷേപം. താങ്കൾ ആദ്യം പറഞ്ഞത് ഗവൺമെന്റ് തിടുക്കപ്പെട്ട് പാസാക്കിയെന്നാണ്. എന്തിനാണ് ഇത്ര തിടുക്കപ്പെട്ട് പാസാക്കിയെന്നാണ്. ഇപ്പൊ പറയുന്നു ഗവൺമെന്റ് 6 മാസം സമയമെടുത്തിട്ടാണ്. മെയ് മാസത്തിൽ വന്ന ഹൈക്കോടതി വിധിയെ തുടർന്ന് 6 മാസം സമയമെടുത്തിട്ടാണ് എടുത്തത്. ഞാൻ തിടുക്കപ്പെട്ട് എന്ന് പറഞ്ഞത് നോക്കൂ VP മുസ്തഫ, ഞാൻ തിടുക്കപ്പെട്ട് എന്ന് പറഞ്ഞത് ഞാൻ ആ വാക്ക് ഉപയോഗിച്ച ഉത്തരവാദിത്വത്തോടുകൂടിയാണ്. VP മുസ്തഫ, ഞാൻ ആ വാക്ക് ഉപയോഗിച്ച ഉത്തരവാദിത്വത്തോടുകൂടിയാണ്. തിടുക്കപ്പെട്ട് എന്ന് പറഞ്ഞത് ഓർഡിനൻസിലൂടെ നടത്തുന്ന നിയമനിർമ്മാണത്തെ കുറിച്ചാണ്. ഒരു കൺസൾട്ടേഷനുമില്ലാതെ നിയമസഭയിൽ ചർച്ചയായി നടത്തുന്ന ഓർഡിനൻസ് വഴിയുള്ള നിയമനിർമ്മാണം, അതിനെ സാങ്കേതികമായി നിങ്ങളും എതിർക്കുന്നവരാണ്. ഓർഡിനൻസ് രാജ് എന്നാണ് CPM അതിനെ വിളിച്ചിട്ടുള്ളത്. ഓർഡിനൻസ് രാജ് എന്നൊക്കെ പറയുന്നത് പാർലമെന്റിനെ അല്ലെങ്കിൽ നിയമസഭകളെ നോക്കുകുത്തിയാക്കി നിർത്തി തുടർച്ചയായി അത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ്. അതിപ്പോ നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മുടെ രാജ്യത്ത് അത് അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പൊ എങ്ങനെയാണ് പൗരത്വ ഭേദഗതി നിയമവും മറ്റു കാര്യങ്ങളുമെല്ലാം വന്നത് എന്നുള്ളത്. അതുപോലെ എന്തെങ്കിലും ഒന്ന് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ? തുടർച്ചയായിട്ട് 7 നിയമങ്ങൾ ഒറ്റയടിക്ക് ഓർഡിനൻസിലൂടെ നിങ്ങൾ 7 നിയമങ്ങൾ ഒറ്റയടിക്ക് ഒറ്റ ഓർഡിനൻസിലൂടെ ഈ സർക്കാർ പാസാക്കിയിട്ടുണ്ട്. ജനങ്ങളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ, മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യത്തെ, നമ്മുടെ പൊതുസമൂഹത്തിന്റെ പൊതുവായ പ്രോഗ്രസീവായ മുന്നേറ്റത്തെ ഹനിക്കുന്ന തരത്തിൽ അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തിപരവും സ്വകാര്യവുമായ ഇടപെടലുകളെ ബാധിക്കുന്ന തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള നിയമനിർമ്മാണങ്ങൾ ഇങ്ങനെ ഓർഡിനൻസിലൂടെ വന്നിട്ടുണ്ടോ? അതിനൊക്കെയാണ് ഓർഡിനൻസ് രാജ് എന്ന് പറയുക. മറ്റത് ഭരണഘടനാപരമായിട്ട്, അല്ലെങ്കിൽ എന്തിനാ ഈ ഡോക്ടർ അംബേദ്കറെ പോലുള്ള ആളുകളൊന്നും അത്രയേറെ വീക്ഷണമില്ലാത്ത ആളുകളാണോ? ഈ ഓർഡിനൻസ് എന്ന് പറയുന്നത് അവരല്ലേ ഭരണഘടനയിൽ വ്യവസ്ഥ ചെയ്തത്. അതുകൊണ്ട് ഓർഡിനൻസ് എന്ന് പറയുന്നത് പുതുതായിട്ട് ഈ ഗവൺമെന്റ് ഉണ്ടാക്കിയ ഒരു സംഗതിയൊന്നുമല്ലല്ലോ. നമ്മുടെ ഭരണഘടനയിൽ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു ഇത് വ്യക്തി സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതാണല്ലോ. ഇപ്പോൾ ഈ 18A വ്യക്തി സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതാണല്ലോ. അത് ഓർഡിനൻസ് വഴി തന്നെ ആവണമെന്ന് സർക്കാർ എന്തായിരുന്നു നിർബന്ധം? 118A വ്യക്തി സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. വ്യക്തി സ്വാതന്ത്ര്യം സംരക്ഷിക്കാനാണ്. വ്യക്തി സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. എത്രയോ അനുഭവങ്ങളില്ലേ? നിങ്ങൾ നോക്കൂ, ഇപ്പോ ഞാൻ പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു മരണം പറയുകയാണ്. അത് ഡയാന രാജകുമാരിയുടെ മരണമാണ്. ഞങ്ങളൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്താണ്. എങ്ങനെയാ അവർ മരണപ്പെട്ടത്?
അവരും അവരുടെ ഇഷ്ടക്കാരനും ചേർന്നിട്ട് ഒരു യാത്ര പോകുമ്പോൾ മാധ്യമ പ്രവർത്തകർ പിന്തുടരുകയാണ്. മാധ്യമങ്ങളുടെ പേരിൽ, മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ പേരിലാണ് അവരെ പിന്തുടർന്നത്. ആ പാപ്പരാസികളുടെ പിന്നാലെയുള്ള ഓട്ടത്തിനിടയിൽ ഇവർ കുതിച്ചു പാഞ്ഞപ്പോഴാണ് ഇവരുടെ വാഹനം അപകടത്തിൽപ്പെട്ടിട്ട് ബ്രിട്ടനിലെ ഡയാന രാജകുമാരി അപകടത്തിൽ കൊല്ലപ്പെടുന്ന സ്ഥിതി ഉണ്ടായത്. ഇത് മാധ്യമ സ്വാതന്ത്ര്യമാണോ? നമ്മുടെ മുന്നിൽ ഇപ്പൊ ഈ അടുത്ത ദിവസങ്ങളിലുണ്ടായ അനുഭവം നേരത്തെ നിങ്ങൾ പറഞ്ഞു, വിജയൻ നായരുടെ അപ്പോൾ നിങ്ങൾ പാപ്പരാസികളെ എന്ന് വിശേഷിപ്പിക്കുന്ന മലയാളത്തിലെ മാധ്യമങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടിയാണ് നിയമനിർമ്മാണം. കഴിഞ്ഞ ദിവസം വിജയൻ പി നായർ എന്ന് പറയുന്ന ഇയാൾ സോഷ്യൽ മീഡിയ ആണല്ലോ ഉപയോഗിച്ചത്. അത് മാധ്യമ സ്വാതന്ത്ര്യമാണോ? ഇതാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നതിനുള്ള നിയന്ത്രണത്തെക്കുറിച്ചും ഇന്ന് മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയിൽ പറഞ്ഞിട്ടുണ്ട്. എന്റെ കൈ വീശിയാൽ താങ്കളുടെ മൂക്കിന് കൊള്ളാതെ നോക്കണം, അത്ര വരേ ഉള്ളൂ എന്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അത് തന്നെയാണ് നിങ്ങൾക്കും ഉള്ളത്. അപ്പൊ അതുകൊണ്ട് ഈ മാധ്യമ സ്വാതന്ത്ര്യം പോലെ തന്നെ പരമപ്രാധാന്യമുള്ളതാണ് വ്യക്തി സ്വാതന്ത്ര്യം. ആ വ്യക്തി സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് 118A വന്നിട്ടുള്ളത്. അതല്ലാതെ മാധ്യമ സ്വാതന്ത്ര്യത്തെ അതായത് സാധാരണക്കാരന്റെ വ്യക്തി സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ മാധ്യമങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടിയുള്ള നിയമനിർമ്മാണം, അങ്ങനെയാണോ താങ്കൾ വിശേഷിപ്പിക്കുന്നതിനെ? അല്ലല്ലോ, മാധ്യമ സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നത് പോലെ തന്നെ വ്യക്തി സ്വാതന്ത്ര്യം സംരക്ഷിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഈ നിയമം. അപ്പൊ ആരെ നിയന്ത്രിക്കാനാണ് ഈ നിയമനിർമ്മാണം? വ്യക്തി സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമമാണ്, ആരെങ്കിലും നിയന്ത്രിക്കാനല്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, വ്യക്തി സ്വാതന്ത്ര്യത്തെ ആര് ഹനിക്കുന്നത് കൊണ്ടാണ് VP മുസ്തഫ, വ്യക്തി സ്വാതന്ത്ര്യത്തെ ആര് ഹനിക്കുന്നത് കൊണ്ടാണ് ഈ നിയമനിർമ്മാണം നടത്തിയത്? താങ്കളാണ് ഭാഗ്യലക്ഷ്മിയുടെ കേസ് ഇവിടെ ആദ്യം ഉദ്ധരിച്ചത്, ഞാനല്ല. ഞാൻ മറ്റൊരു കാര്യം പരാമർശിച്ചപ്പോൾ താങ്കളാണ്. ഓക്കെ, അത് ഏതെങ്കിലും മാധ്യമ പ്രവർത്തകനാണോ, ഏതെങ്കിലും മാധ്യമ പ്രവർത്തകനോ മാധ്യമ സ്ഥാപനവുമാണോ അവരെ അബ്യൂസ് ചെയ്തത്? അല്ല, അതുകൊണ്ടാണല്ലോ ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ ഏതെങ്കിലും മാധ്യമ സ്ഥാപനം, നിങ്ങളുടെ സാമ്പ്രദായിക മാധ്യമ സ്ഥാപനങ്ങളെ പ്രത്യേകിച്ച് 118A എടുത്തു പറഞ്ഞിട്ടില്ലല്ലോ. പ്രിന്റ് മീഡിയ, ഇലക്ട്രോണിക് മീഡിയ, TV ചാനൽസ് എടുത്തു പറഞ്ഞിട്ടില്ലല്ലോ. എനി മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? എനി മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? വേവലാതി ഉണ്ടാകേണ്ട കാര്യം ശ്രീ VP മുസ്തഫ, ഞാൻ എനി മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷനിലൂടെ ഒരാളെ അപമാനിക്കുന്നു എന്ന് വെക്കുക, എനി മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? നിങ്ങൾ ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നില്ലേ? എനി മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ഇംഗ്ലീഷ് വാക്കിന്റെ അർത്ഥം ഏത് ആശയവിനിമയോപാധി ഉപയോഗിച്ചും അതിൽ മാധ്യമങ്ങൾ പെടില്ല എന്ന് നിങ്ങൾ എങ്ങനെയാണ് പറയുന്നത്? അത് നിയമത്തിൽ പറയുന്നുണ്ടോ? മുസ്തഫ, എനി മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന വാക്കിൽ, എനി മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന വാക്കിൽ മാധ്യമങ്ങൾ ഉൾപ്പെടുന്നില്ല എന്ന് താങ്കൾ പറയുന്നുണ്ടോ? എനി മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന ആ വാക്കിൽ മാധ്യമങ്ങൾ ഉൾപ്പെടുമോ ഇല്ലേ? വിനിമയോപാധി ഉപയോഗിച്ചും മറ്റൊരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ ഹനിക്കാൻ അവകാശമുണ്ടോ? മറ്റൊരാളെ അപമാനിക്കാൻ അവകാശമുണ്ടോ? മറ്റൊരാളെ കൊലയിലേക്ക്, മരണത്തിലേക്ക് നയിക്കാൻ ഈ അവകാശമൊന്നുമില്ല. ഞാൻ ചോദിക്കുന്നത് എനി മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന വാക്കിൽ മാധ്യമങ്ങൾ ഉൾപ്പെടുന്നോ ഇല്ലേ? അല്ല, നിങ്ങൾക്ക് അത് എങ്ങനെയും വ്യാഖ്യാനിക്കാമെന്ന്. അല്ല, നിയമം വ്യാഖ്യാനിക്കപ്പെടണമല്ലോ. നിയമം അവ്യക്തമാണെങ്കിൽ അത് വിശദീകരിക്കുക തന്നെ വേണം. ശ്രീ VP മുസ്തഫ, നിയമം അവ്യക്തമാണെങ്കിൽ അത് വിശദീകരിക്കുക തന്നെ വേണം. എനി മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന വാക്കിൽ മാധ്യമങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് നിയമത്തിൽ പറയുന്നില്ല. മുഖ്യമന്ത്രി ഇന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് നിലനിൽക്കുന്ന സാമ്പ്രദായിക മാധ്യമങ്ങളുടെ നിലവിൽ അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്വാതന്ത്ര്യത്തെയും 118A ബാധിക്കില്ല എന്നാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫേസ്ബുക്കിൽ എഴുതി വെച്ചത് തന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫേസ്ബുക്കിൽ എഴുതി വെച്ചത് ദാ ഇങ്ങനെയാണ് എന്ന് കോടതിയിൽ ഒരു വക്കീൽ വാദിച്ചാൽ ജഡ്ജി അത് അനുസരിക്കുമോ, അംഗീകരിക്കുമോ? അല്ല, നമ്മളിപ്പോ കോടതിയിലെ കാര്യമല്ലല്ലോ പറയുന്നത്, നമ്മൾ ആ നിയമത്തിന്റെ ഇവിടെയുള്ള സാധുതകളാണല്ലോ പറയുന്നത്. ഈ നിയമം നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ വ്യാഖ്യാനിച്ചൂടെ? 66A തള്ളിക്കളഞ്ഞ സുപ്രീം കോടതി വിധിയുള്ളത് കൊണ്ട് 118A നിൽക്കുമോ എന്നും കൂടി വേണമെങ്കിൽ വ്യാഖ്യാനിക്കാമല്ലോ. അതൊക്കെ ആണോ VP മുസ്തഫ? ഇത് 6 മാസത്തിൽ കൂടുതൽ ഇതിന് ആയുസില്ല എന്ന ഉറപ്പോടുകൂടി തന്നെയാണോ കൊണ്ടുവന്നത്? ഞാൻ ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങളിങ്ങനെ ഈ നിങ്ങൾക്ക് എന്തോ ഒന്ന് കിട്ടണം എന്നുള്ള മറ്റൊന്നും കാണിച്ചിട്ട് കാര്യമില്ല. ഞാൻ വളരെ കൃത്യമായിട്ട് ചോദിച്ചത് എനി മോഡ് ഓഫ് വ്യക്തതയില്ലാത്തതുകൊണ്ടാണ് ചോദിക്കേണ്ടി വരുന്നത്. സോറി, എനി മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നതിന്റെ വ്യാഖ്യാനം ചോദിച്ചു. ഞാൻ പറഞ്ഞു മുഖ്യമന്ത്രി അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. താങ്കൾ ചോദിച്ചത് എനി മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ നിലനിൽക്കുന്ന സാമ്പ്രദായിക മാധ്യമങ്ങൾ പെടുമോ, താങ്കളുടെ ചാനൽ പെടുമോ എന്നതായിരുന്നു ചോദ്യം. ഞാൻ പറഞ്ഞു സാമ്പ്രദായിക മാധ്യമങ്ങൾ പെടില്ല
എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു എന്ന് മാധ്യമങ്ങൾ കോടതിയിൽ നോക്കൂ. ഞാൻ ഇവിടെ നിന്നിപ്പോൾ VP മുസ്തഫയുമായി തർക്കിക്കുകയാണ്. അല്ലല്ല, വെർബലി നമ്മൾ തർക്കിക്കുകയാണ്. നാളെ VP മുസ്തഫ അജിംസ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് പോലീസിൽ കേസ് കൊടുക്കുകയാണ്. എനിക്ക് ഭയങ്കര മനോവിഷമം ഉണ്ടാക്കി. അജിംസ തുടർച്ചയായ ചോദ്യങ്ങൾ ചോദിച്ചു. കോടതിയിൽ കേസ് വരുന്നു. കോടതിയിൽ കേസ് വരുമ്പോൾ ഈ നിയമപ്രകാരം കേസിൽ ഞാൻ പറയുകയാണ്, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, മാധ്യമങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് വിലപ്പോകുമോ എന്നാണ് എന്റെ ചോദ്യം. വെരി സിമ്പിൾ. അത് ഏത് നിയമത്തെക്കുറിച്ചും അത് വ്യാഖ്യാനിക്കാം, ഏത് സെക്ഷനെ കുറിച്ചും വ്യാഖ്യാനിക്കാം. അത് നിയമത്തിൽ വരണം VP മുസ്തഫ. അങ്ങനെയല്ലെങ്കിൽ നിയമത്തിൽ വ്യക്തമാക്കണം. അല്ല, ഞാൻ പറഞ്ഞില്ലേ, 302 അനുസരിച്ചിട്ട് കേരള ഹൈക്കോടതി ശിക്ഷിച്ച ഒരു കേസിലെ പ്രതികളെ സുപ്രീം കോടതി അപ്പീലിൽ വെറുതെ വിട്ടിട്ടില്ലേ? എത്ര കേസുകൾ? 1, 2 ഒന്നുമല്ലല്ലോ. എത്രയോ കേസുകളിൽ തൂക്കിക്കൊല്ലാൻ വധശിക്ഷയ്ക്ക് കേരള ഹൈക്കോടതി വധശിക്ഷയ്ക്ക് വിധിച്ച കേസിൽ ഒരേ വകുപ്പാണ് വ്യാഖ്യാനിച്ചത്. അതുകൊണ്ട് കോടതിയിലെ വ്യാഖ്യാനം എങ്ങനെയാന്നുള്ളത് കോടതിയിൽ ആ കേസിന്റെ സന്ദർഭത്തിനും സ്വഭാവത്തിനും അനുസരിച്ചിട്ടേ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഇപ്പൊ തന്നെ പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കീഴ്ക്കോടതി ജാമ്യം നിഷേധിച്ച കേസിൽ ശരി, വ്യക്തമായി. ശ്രീ അൻവർ അരവിന്ദ്, VP മുസ്തഫയുടെ വിശദീകരണം കുറെ സമയം അധികം എടുത്തു. അദ്ദേഹം അത് വിശദീകരിക്കാൻ ഞങ്ങൾ തമ്മിൽ കുറച്ചു നേരം സംവദിക്കേണ്ടി വന്നു. ശ്രീ അൻവർ അരവിന്ദ്, ഈ വിഷയം ഇത് മന്ത്രിസഭ തീരുമാനിച്ചപ്പോൾ തന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്തതാണ്. പക്ഷെ ഇതിൽ ഇപ്പോൾ 5 വർഷം ശിക്ഷ എന്നുള്ളത് 3 വർഷമാക്കി കുറച്ചിട്ടുണ്ട് എന്നല്ലാതെ അന്ന് വിശദീകരിക്കപ്പെട്ടതിൽ നിന്ന് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടോ? എന്താകും തിടുക്കപ്പെട്ടു വളരെ അന്ന് വിമർശനം ഉയർന്നിട്ടും സർക്കാർ ഇതിലേക്ക് ഇങ്ങനെ തന്നെ ഒരു നിയമനിർമ്മാണത്തിലേക്ക് വരാനുള്ള സാധ്യതയായി താങ്കൾ കാണുന്നത്? അജിംസിന്റെ ചോദ്യത്തിന് ഉത്തരത്തിന് മുമ്പ് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. അതായത് ജസ്റ്റിസ് കുഞ്ഞികൃഷ്ണന്റെ മെയ്യിലത്തെ വിധിയാണ് VP മുസ്തഫ അദ്ദേഹത്തിന്റെ ന്യായമായിട്ട് പ്രധാനമായിട്ട് പറഞ്ഞത്. അപ്പോ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അതേ വിധിന്യായത്തിൽ തന്നെ ജസ്റ്റിസ് കുഞ്ഞികൃഷ്ണൻ പറയുന്ന ഒരു കാര്യമുണ്ട്. നിലവിലുള്ള ശിക്ഷാ നിയമത്തിൽ തന്നെ മേൽ പറഞ്ഞിട്ടുള്ള കുറ്റവാളികൾക്കെതിരെ കേസെടുക്കുന്നതിന് വ്യവസ്ഥയുണ്ടെന്നും അതിൽ പോലീസ് ജാഗ്രത പുലർത്തേണ്ടതുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട് എന്ന് ഗവൺമെന്റിനെ ഓർമ്മിപ്പിക്കുന്നത് ഞാൻ മാത്രമല്ല, അത് CPIയുടെ മുഖപ്രസംഗമായിട്ട് ഇത് വാർത്തയിൽ വന്ന വിഷയമാണ്. CPIയുടെ മുഖപ്രസംഗത്തിൽ തന്നെ CPI ഓർമ്മിപ്പിക്കുന്ന കാര്യം, അതായത് സഖ്യകക്ഷിയായ CPI തന്നെ അവരുടെ പത്രത്തില് മുഖപ്രസംഗത്തിൽ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. ഈ ക്യാബിനറ്റ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് ഒരു ചർച്ചയും കൂടാതെ ഉണ്ടാവുകയും ഒരു ഡ്രാഫ്റ്റ് പോലും പബ്ലിക്കലി ലഭ്യമല്ലാതിരിക്കുകയും ഗവർണർക്ക് അത് ഗവർണറുടെ അടുത്ത് എത്തിയതിനു ശേഷം ഗവർണർക്ക് കോവിഡായി ഒരു ഡിലേ വന്ന സമയത്ത് പോലും ഇതിന്റെ പുറത്തുള്ള ചർച്ചയ്ക്ക് വേണ്ടി അവസരം ഒരുങ്ങാതിരിക്കുകയും ചെയ്ത ഒരു അവസ്ഥയാണ് ഈ ഡ്രാഫ്റ്റിന്റെ മുകളിലുണ്ടായത്. സ്വതന്ത്ര മലയാളം കമ്പ്യൂട്ടിങ്ങും സോഫ്റ്റ്വെയർ ഫ്രീഡം ലോ സെന്ററും ഇന്റർനെറ്റ് ഫ്രീഡം ഫൗണ്ടേഷനും അടങ്ങുന്ന നിരവധി സംഘടനകൾ ഓൾറെഡി ചീഫ് മിനിസ്റ്റർക്കും അതുപോലെ തന്നെ നിയമമന്ത്രിക്കും ഇതിലത്തെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കത്തെഴുതിയിരുന്നു. എന്നാൽ അതിലൊന്നും ഒരു റെസ്പോൺസ് ഉണ്ടായില്ല എന്ന് മാത്രമല്ല, പക്ഷെ എന്തായാലും ഒരു കാര്യത്തിൽ നല്ല കാര്യമാണ്, അത് 5 കൊല്ലത്തിന് 3 വർഷമായി കുറഞ്ഞു എന്നത്. അതെനിക്ക് തോന്നുന്നത് കോടതിയിൽ പോയി കഴിഞ്ഞാൽ 5 വർഷം എന്ന് പറയുന്ന പരമാവധി അല്ല, 5 വർഷം ഓർ 10,000 രൂപ പിഴ എന്ന് പറയുന്ന ഒരു ഡ്രാഫ്റ്റിന്റെ ലീഗൽ നിലനിൽപ്പ് നേരെ എടുത്ത് കളഞ്ഞാലോ എന്നുള്ള പേടി കൊണ്ട് അത് കുറച്ചതായിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷെ ഇപ്പോ ഇഞ്ചുറി ടു മൈൻഡും അതുപോലെ തന്നെ പുതിയ കുറെ ഭാഗങ്ങളും കൂടി ഇതിന്റെ ഡ്രാഫ്റ്റിൽ കിടക്കുന്നുണ്ട്. ഡ്രാഫ്റ്റിലല്ല, പാസ്സായ ഓർഡിനൻസിൽ കിടക്കുന്നുണ്ട്. അപ്പോ അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിന് യാതൊരു ലീഗൽ വാലിഡിറ്റി ഇല്ല. അത് അദ്ദേഹത്തിന്റെ പേഴ്സണൽ ഫേസ്ബുക്ക് പേജിലുള്ള ഒരു വ്യാഖ്യാനം മാത്രമാണ്. ചീഫ് മിനിസ്റ്റർ ഓഫ് കേരളയുടെ ഫേസ്ബുക്ക് പേജിൽ പോലും അങ്ങനെ ഒരു വ്യാഖ്യാനമില്ല. അതുകൊണ്ട് തന്നെ ഒരു യാതൊരു ലീഗൽ വാലിഡിറ്റി ഇല്ലാത്ത വ്യാഖ്യാനമാണ്. അതുകൊണ്ട് തന്നെ അത് കണക്കിലെടുക്കാനേ പറ്റില്ല ഈ കാര്യത്തിൽ. അപ്പോ നമ്മൾ ഇതിൽ നോക്കേണ്ടത് വളരെ വലിയ രീതിയിൽ ആശയപ്രകാശനത്തെ നിയന്ത്രിക്കുക എന്നതിനപ്പുറം തന്നെ ഒരുപാട് എക്സ്ട്രാ പ്രശ്നങ്ങൾ ഇത് വരുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, ഇത് ഒരു ക്ലാസ് ഓഫ് പേഴ്സൺസ് എന്ന് പറയുന്ന ഒരു വലിയൊരു പ്രശ്നമാണ്. ക്ലാസ് ഓഫ് പേഴ്സൺസ്, ബ്രാൻഡ് റെപ്യൂട്ടേഷൻ പോലുള്ള കാര്യങ്ങൾ, റെപ്യൂട്ടേഷൻ ഓഫ് പ്രോപ്പർട്ടി പോലുള്ള പുതിയ ടേമുകൾ വന്നിട്ടുണ്ട്. ഇത് ദുരുപയോഗം ചെയ്യാൻ പോകുന്നത് നാളെ കേരളത്തിലെ ആളുകളിൽ നിന്ന് ആളുകളെ പറ്റിക്കുന്ന ചിലപ്പോ ബിസിനസ്സുകൾക്കെതിരെ ആരെങ്കിലും ഓൺലൈനിൽ പോസ്റ്റ് ഇട്ടാൽ അവർക്കെതിരെ കേസെടുക്കാനായിരിക്കും ചിലപ്പോൾ ബ്രാൻഡുകൾ ഇത് ഉപയോഗിക്കാം. ഇതേപോലെ ബിസിനസ്സുകൾക്കെതിരെ വ്യക്തികൾക്കും ഇത് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇത് പറയുന്ന 2 പാർട്ടികൾക്കും ഇതിൽ പ്രശ്നം ഉണ്ടാവണമെന്നില്ല. പക്ഷെ ഇത് കണ്ട് മറ്റൊരാൾക്ക് മനോവിഷമം ഉണ്ടായി എന്ന് പറഞ്ഞ് കേസെടുക്കാനുള്ള അവസ്ഥയുണ്ട്. അപ്പോ മറ്റൊരാൾക്ക്
ഉണ്ടാവുന്ന പ്രശ്നം. ഇത് വലിയ രീതിയിലുള്ള ദുരുപയോഗ സാധ്യതകൾ ഇതിന്റെ പുറത്തുണ്ട്. ഇതിനൊപ്പം ബേസിക്കലി നിങ്ങളുടെ കേസിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഉണ്ടെങ്കിൽ ആർക്കും ആരെയും ഒരു നോൺ കോഗ്നിസിബിൾ അതായത് അൻവർ, ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വളരെ വ്യാപകമായി വളരെ വായനക്കാരുള്ള ഒരു സാധനമാണ് സിനിമാ നിരൂപണം. ഞാനൊരു സിനിമയെ നിരൂപിക്കുകയാണ്, എനിക്ക് ആ സിനിമ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാലും കേസാവുമോ? ഇന്ന് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് വൈറ്റ് ഹാറ്റ് ജൂനിയർ ഒരു വ്യക്തിക്കെതിരെ ഡിഫമേഷൻ ലോ ഉപയോഗിച്ചുകൊണ്ട് 2 കോടി നഷ്ടപരിഹാരത്തിന് കേസ് കൊടുത്തിരിക്കുകയാണ്. അത് ക്രിമിനൽ അല്ല, അത് സ്ലാബ് സ്യൂട്ടുകൾ എന്ന് പറയുന്ന തരം കാറ്റഗറിയാണ്. അപ്പോ ഇത്തരത്തിലുള്ള അത് ഓൺലൈനിൽ ഇവരുടെ ബിസിനസ് മോഡലിനെ ക്രിട്ടിസൈസ് ചെയ്തു എന്ന് മാത്രമാണ് അതിലത്തെ പ്രശ്നം. വൈറ്റ് ഹാറ്റ് സീനിയർ എന്ന് പറയുന്ന ഒരു ട്വിറ്റർ യൂസർ. ഇത്തരത്തിലുള്ള ദുരുപയോഗങ്ങൾ ഒരുപാട് കേരളത്തിൽ നടക്കും. ഇതൊക്കെ യൂസേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാനെന്ന് പറഞ്ഞുകൂടാ. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭാഗ്യലക്ഷ്മി കേസ് നേരത്തെ പരാമർശിക്കപ്പെട്ടു. 1 മാസം മുമ്പ് ചർച്ചയിൽ ഞാൻ പറഞ്ഞതാണ്. അതിലും IT ആക്ടിന്റെ സെക്ഷൻ 67ഉം 69ഉം ചാർജ് ചെയ്യപ്പെടുന്നത് ഇവര് നേരിട്ട് ഫയൽ ചെയ്ത് 1 മാസത്തിന് ശേഷം നേരിട്ട് ഇഷ്യൂ ഉണ്ടാക്കിയതിന് ശേഷം മാത്രമാണ് നിലവിലുള്ള നിയമങ്ങൾ ഉപയോഗിക്കപ്പെടുന്നത്. ഇപ്പൊ പ്രാക്ടിക്കൽ എന്താ ഉണ്ടാവാൻ പോകുന്ന വെച്ചാൽ കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകൾ നാളെ തുടങ്ങി കംപ്ലൈന്റുകൾ കൊണ്ട് നിറയും. ആൾക്കാർ ഫേസ്ബുക്കില് ബ്ലോക്ക് ചെയ്യുകയും അൺഫ്രണ്ട് ചെയ്യുകയും ചെയ്യുന്ന പോലത്തെ പ്രശ്നങ്ങളെല്ലാം ഇനി പോലീസ് സ്റ്റേഷനുകളിലായിരിക്കും. പോലീസ് അതിനുവേണ്ടി സ്വയം രക്ഷപ്പെടാനായിരിക്കണം ഒരു SOP ഉണ്ടാക്കാനുള്ള ശ്രമം തുടർന്നു എന്നൊരു പ്രസ് റിലീസ് ഇന്ന് കണ്ടിട്ടുണ്ട്. ശരി, ആ SOP അതിലേക്ക് വിശദമായി വരാം. അനിവർ അമീൻ ഹസൻ, ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ സാധാരണ ആളുകൾ തമ്മിൽ തർക്കിക്കുമ്പോൾ നമ്മുടെ ചായക്കട ചർച്ചകളിൽ പോലും ആളുകൾ വളരെ രൂക്ഷമായി രാഷ്ട്രീയം പറയുകയും അല്ലെങ്കിൽ അവർ ചർച്ച ചെയ്യുന്ന വിഷയത്തെക്കുറിച്ച് വളരെ രൂക്ഷമായ വാദപ്രതിവാദങ്ങൾ ഉണ്ടാകാറുണ്ട്. അതിൽ അൺപാർലമെന്ററി എന്ന് വിശേഷിപ്പിക്കാവുന്ന, ഇവിടെ കോടതി നിർദ്ദേശമാണ് ഉദ്ധരിക്കുന്ന VP മുസ്തഫ, അൺപാർലമെന്ററി എന്ന് വിളിക്കാവുന്ന പദങ്ങളും ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ ഈ നിയമനിർമ്മാണത്തിന്റെ സാഹചര്യം എന്താണെന്നുള്ളത് കഴിഞ്ഞ 2 മാസമായി മാധ്യമങ്ങൾ ശ്രദ്ധിക്കുന്ന ഓരോ മനുഷ്യരും വ്യക്തമാണ്. അത് ഭാഗ്യലക്ഷ്മിക്കെതിരെ ഉണ്ടായ സൈബർ അബ്യൂസ്, തുടർന്ന് അയാളെ കായികമായി നേരിട്ട സംഭവം, അതേ തുടർന്ന് പിറ്റേന്ന് മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവന. മുഖ്യമന്ത്രി വാഗ്ദാനം ചെയ്തതാണ് ഒരു നിയമം കൊണ്ടുവരുമെന്ന്. പക്ഷെ ആ നിയമം സ്ത്രീകൾക്ക് നേരെ സൈബർ ഇടത്തിൽ നേരിടുന്ന ആക്രമണങ്ങളെ കുറിച്ചുള്ളതല്ല. നിയമം വായിച്ചാൽ അങ്ങനെ ഒരു പരാമർശമേ ഇല്ല. പകരം ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് എതിരെ നടത്തുന്ന ഏത് പരാമർശവും അത് അപകീർത്തികരമോ ദുഃഖമോ മനോവിഷമമോ ഒക്കെ ഉണ്ടാക്കിയാൽ കേസെടുക്കാം എന്നുള്ളതാണ്. അത് അയാൾ പരാതി കൊടുക്കണമെന്നില്ല, മറ്റൊരാൾ പരാതി കൊടുത്താലും മതി. ഇതിന്റെ ഒരു നിയമ പ്രത്യാഘാതം എന്തായിരിക്കും? അജിംസ്, ഇതില് ഏറ്റവും ഗൗരവപ്പെട്ട ഒരു കാര്യം, ഇത് സൈബർ ക്രൈമിനുമായി ബന്ധപ്പെട്ട ഒരു നിയമമാണെന്നോ സ്ത്രീകൾക്കെതിരായി നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരായ ഒരു നിയമമാണെന്നോ എവിടെയും ഈ ഓർഡിനൻസിൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു വളരെ ജനറലായ ഒരു നിയമമാണ്. ഒരുപക്ഷെ സ്വതന്ത്ര ഇന്ത്യയിൽ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്ന മൗലികാവകാശത്തിനെതിരെ ഇതുവരെ ഉണ്ടായിട്ടുള്ളതിൽ ഏറ്റവും അബ്യൂസീവായ, ഏറ്റവും മൗലികാവകാശത്തെ ഹനിക്കുന്ന സ്വഭാവത്തിലുള്ള ഒരു നിയമനിർമ്മാണമാണ് ഒരു ഓർഡിനൻസിലൂടെ കേരള സംസ്ഥാന സർക്കാർ ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഇറക്കിയതിനു ശേഷം ഒരു ഓർഡിനൻസ് ഇറക്കുന്നതിന് VP മുസ്തഫ പറയുന്നത് പോലെയല്ല നിയമത്തിൽ പറയുന്നത്. 2 നിയമസഭാ സമ്മേളനങ്ങൾക്കിടയിൽ അത്ര അടിയന്തര പ്രാധാന്യമുള്ള കോവിഡ് പോലുള്ള ഒരു പ്രതിസന്ധി ഉണ്ടാവുന്നു. അതിനെ നേരിടാൻ ആവശ്യമായ ഒരു നിയമം സംസ്ഥാനത്തില്ല. അതിനുവേണ്ടി ഒരു നിയമനിർമ്മാണം ആവശ്യമാണ് എന്ന് വരുമ്പോൾ ഓർഡിനൻസ് ഇറക്കുന്നത് പോലെയല്ല. രാജ്യത്ത് പൗരന്റെ മൗലികാവകാശം ഹനിക്കുന്നതിനു വേണ്ടിയുള്ള ഒരു നിയമനിർമ്മാണം ഓർഡിനൻസിലൂടെ പുറത്തിറക്കുന്നത്. അതിനുശേഷം അതിൽ ക്രിയാത്മകമായ ചർച്ചയാവാം എന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയും CPMന്റെ പ്രതിനിധികളും ഒക്കെ പറയുന്നത്. അത് മുഖവിലക്കെടുത്താൽ തന്നെ നമ്മൾ അവരോട് നിയമപരമായ ചില ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു. അതിന്റെ മെറിറ്റിൽ ചർച്ചയ്ക്ക് VP മുസ്തഫ തയ്യാറുണ്ടോ എന്നതാണ് എന്റെ ആദ്യത്തെ ചോദ്യം. അതായത് 66A IT ആക്ടിലെ 66A എന്ന് പറയുന്ന വകുപ്പ് റദ്ദാക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി, അതാണല്ലോ ഇപ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന രാജ്യത്തെ നിയമം എന്ന് പറയുന്നത്, സുപ്രീം കോടതി വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അൺറീസണബിളായ ഒരു റീസണബിൾ എക്സെപ്ഷൻ ഇല്ലാതെ ആർട്ടിക്കിൾ 19(1) പ്രകാരമുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യം ഇല്ലാതാക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിയില്ല. ഞാൻ ചോദിക്കുന്നത്, ഈ ഓർഡിനൻസിൽ ഇപ്പോൾ പറയുന്ന ഹ്യൂമിലിയേറ്റിംഗ്, അബ്യൂസീവ് തുടങ്ങിയിട്ടുള്ള പദങ്ങൾക്ക്, ത്രെട്ടനിങ് തുടങ്ങിയിട്ടുള്ള പദങ്ങൾക്ക് എവിടെയാണ് ഡെഫിനിഷൻ തരേണ്ടത്? എങ്ങനെയാണ് പോലീസ് ഇത് തീരുമാനിക്കുക? ഒരു ഒബ്ജക്റ്റീവ് ഡെഫിനിഷൻ സാധ്യമല്ലാത്ത
ചില പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നേരത്തെ 118D കേരള പോലീസ് ആക്ടിൽ ഉണ്ടായിരുന്ന സുപ്രീം കോടതി ശ്രേയ സിംഗാൾ കേസിൽ 66A റദ്ദാക്കിക്കൊണ്ട് തന്നെ പറഞ്ഞിട്ടുള്ള ഗ്രോസറി ഓഫൻസീവ് എന്ന പദം ഉണ്ടായിരുന്ന 118D കേരള പോലീസ് ആക്ടിന്റെ തന്നെ റദ്ദാക്കിക്കൊണ്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് കേരള സർക്കാർ മറികടക്കുന്നത്? അത്ഭുതകരമായി തോന്നുന്നത് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ കോടതിയിൽ നിലനിൽക്കില്ല എന്ന് ഉറപ്പുള്ള ഒരു നിയമം ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഓർഡിനൻസിലൂടെ പാസാക്കിയിരിക്കുന്നത് എന്നതാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ, മാധ്യമ സ്വാതന്ത്ര്യത്തെ ഹനിക്കാനല്ല ഉദ്ദേശിക്കുന്നത്. ഇത് തമ്മിലുള്ള ഒരു ബാലൻസിംഗ് ആണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് മുഖ്യമന്ത്രി വിശദീകരിക്കുന്നു. ഞാൻ ചോദിക്കുന്നു, ഇതേ വിശദീകരണമാണ് അമിത്ഷാ UAPA നിയമം നടപ്പാക്കിയപ്പോൾ പാർലമെന്റിലാണ് അദ്ദേഹം പോലും നിയമം, കേന്ദ്ര സർക്കാർ പോലും നിയമം പാസാക്കിയത്. UAPA ഭേദഗതി നിയമം പാസാക്കിയപ്പോൾ ഇത് യൂസ് ചെയ്യാനല്ല, ഇത് മിസ്യൂസ് ചെയ്യുകയില്ല എന്നാണ് അമിത്ഷാ നൽകിയ വാഗ്ദാനം. 2009 UAPA നിയമ ഭേദഗതി നടത്തുമ്പോൾ ചിദംബരവും ഇതേ വാഗ്ദാനമാണ് നൽകിയത്. ഇപ്പോൾ കേരളത്തിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കെതിരെ ലഘുലേഖ കൈവശം വെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കേരള പോലീസ് നിയമം UAPA നിയമം ഉപയോഗിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. കേരള പോലീസ് ആളുകളെ വെടിവെച്ച് കൊല്ലുന്നത് നമ്മൾ കാണുന്നുണ്ട്. എന്നിട്ടാണ് ഒരു SOP ഇറക്കിക്കൊണ്ട് ഇതിനെ മറികടക്കും എന്ന ഒരു വളരെ വെയ്ഗായ ഒരു വ്യാഖ്യാനം സംസ്ഥാന സർക്കാർ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിക്കുന്നു, ഒരു മനുഷ്യനെ എപ്പോഴാണ് അറസ്റ്റ് ചെയ്യാനാവുക? ഒരു രാജ്യത്തെ നിയമപ്രകാരം ലോ ഓഫ് അറസ്റ്റ് എപ്പോഴാണ് സാധ്യമാവുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്ത് അത്യാവശ്യമാണ് ഫേസ്ബുക്ക്? ഈ അടുത്താണ് സുപ്രീം കോടതി പറഞ്ഞത് ഒരാളെ സൈബർ സ്പേസിൽ ഫേസ്ബുക്കിൽ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പ്രതികരണം നടത്തി എന്നതിന്റെ പേരിലൊന്നും ഒരാളെയും അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് ഈ അടുത്ത് നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറയുകയുണ്ടായി. ഈ രാജ്യത്ത് ഡിഫമേഷൻ എന്ന് പറയുന്നത് ഒരു സിവിൽ നാച്ചുറലുള്ള ഒരു ഒഫൻസ് ആണ്. നേരത്തെ രാജീവ് ഗാന്ധിയുടെ കാലത്ത് ഡിഫമേഷൻ ആക്ട് ഉണ്ടാക്കാൻ കോൺഗ്രസ് സർക്കാർ ശ്രമിക്കുകയും അതിനെ എതിർക്കുകയും ചെയ്തതാണ്. പത്രസ്വാതന്ത്ര്യത്തെ നിയന്ത്രിക്കുവാൻ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ശ്രമിച്ചതാണ്. അന്നൊക്കെ ഉയർന്നു വന്നിട്ടുള്ള വിമർശനങ്ങൾ കാരണം അതിൽ നിന്ന് ആ സർക്കാരുകൾക്ക് പിന്നോട്ട് പോകേണ്ടി വന്നിട്ടുണ്ട്. അതേ ന്യായങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സിവിൽ നാച്ചുറലുള്ള സംസ്ഥാനത്ത് സിവിൽ നാച്ചുറലുള്ള ഡിഫമേഷൻ, അപകീർത്തി എന്ന് പറയുന്ന ഒരു കാര്യത്തെ വളരെ പെട്ടെന്ന് ക്രിമിനൽ വൽക്കരിക്കുക എന്ന് പറയുന്ന രാജ്യത്തെ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിന്റെ അടിസ്ഥാന തത്വങ്ങളെ തന്നെ നിരാകരിക്കുന്ന സ്വഭാവത്തിലുള്ള ഒരു നിയമനിർമ്മാണമാണ്. അതുകൊണ്ടുകൂടിയാകാം ഇന്ന് ദേശീയ തലത്തിൽ വലിയ ചർച്ചയാവുകയും ദേശീയ നേതാക്കളടക്കം ഈ നിയമനിർമ്മാണത്തിനെതിരെ വളരെ ശക്തമായി രംഗത്തെത്തുകയും ചെയ്തു. അമീൻ ഹസൻ, ഞാൻ വളരെ പെട്ടെന്ന് മടങ്ങി വരാം അതിഥികളിലേക്ക്. ഒരു ചെറിയ ശ്രീ ദേവരാജൻ, ഇതിലൂടെ ഉയരുന്നൊരു സംശയം, ഈ ഓർഡിനൻസ് വഴി ഒരു നിയമ ഭേദഗതി നടത്തുമ്പോൾ മുഖ്യമന്ത്രി തന്നെ ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ ക്ഷണിച്ചുകൊണ്ടെന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നു. സ്വാഭാവികമായും നിരവധി ഗ്രൂപ്പുകൾ, അതായത് നിരവധി റൈറ്റ്സ് ഗ്രൂപ്പുകൾ ഇതേക്കുറിച്ചുള്ള അവരുടെ കൺസേൺ ഭരണകൂടത്തെ അറിയിക്കുമെന്ന് ഉറപ്പാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ ഒരുപക്ഷെ ആ ഭേദഗതി നിർദ്ദേശങ്ങളും അതുപോലെ വ്യത്യസ്ത ഗ്രൂപ്പുകളുടെ അഭിപ്രായങ്ങളും പരിഗണിച്ചുകൊണ്ട് മറ്റൊരു ബില്ലിന് വേണ്ടിയുള്ള ശ്രമം നടത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ സർക്കാരിന് ഇനി 6 or 7 മാസം മാത്രമാണ് കാലാവധിയുള്ളത്. അതിനിടയിൽ അങ്ങനെ നടക്കുമെന്ന് പ്രതീക്ഷിക്കാം. എങ്കിൽ അങ്ങനെ നടക്കേണ്ട ഒരു കാര്യത്തെ ഓർഡിനൻസിലൂടെ നിയമമായി കൊണ്ടുവരുന്നത്, നമ്മളൊരു തെരഞ്ഞെടുപ്പ് കാലത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇനി 6 മാസത്തിനുള്ളിൽ മറ്റൊരു തെരഞ്ഞെടുപ്പ് കൂടി വരാൻ പോവുകയാണ്. ഈ സാഹചര്യത്തിൽ ഈ ഓർഡിനൻസിന്റെ ഒരു രാഷ്ട്രീയ ലക്ഷ്യം എന്താണെന്നാണ് നിങ്ങൾ കരുതുന്നത്? അല്ല, ഈ പറഞ്ഞ വാദം നിലനിൽക്കുന്നതല്ല. കാരണം ഇനി ഞങ്ങളിത് നിയമമാക്കി, ഇപ്പൊ ഗവർണർ ഒപ്പിട്ട് കഴിഞ്ഞു, അത് പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു. പ്രാബല്യത്തിൽ വന്നിരിക്കുന്ന ഒരു നിയമത്തെ സംബന്ധിച്ചല്ലല്ലോ അഭിപ്രായം തേടേണ്ടുന്നത്. പൊതുസമൂഹത്തിന്റെ അഭിപ്രായം, പൊതുജനങ്ങളുടെ വ്യക്തി സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ഒരു നിയമനിർമ്മാണം നടത്തണമെന്ന് ഗവൺമെന്റിന് ആഗ്രഹമുണ്ടെങ്കിൽ ആ നിയമനിർമ്മാണം നടത്തുന്നതിന് മുമ്പാണ് ഇപ്രകാരമുള്ള അഭിപ്രായങ്ങൾ ക്ഷണിക്കേണ്ടിയിരുന്നത്. അപ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട സന്നദ്ധ സംഘടനകൾ, വ്യക്തികൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ അഭിപ്രായങ്ങൾ ഗവൺമെന്റിനെ അറിയിക്കുക. അതിന്റെ കൂടി പശ്ചാത്തലത്തിലായിരിക്കാം ആയിരിക്കണം ഒരു നിയമനിർമ്മാണം നടക്കേണ്ടത്. ഇവിടെ നിയമനിർമ്മാണം നടത്തി ഗവർണറുടെ അനുമതിയും വാങ്ങി നിയമം പ്രാബല്യത്തിലായതിനു ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയൂ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കബളിപ്പിക്കലാണ്. ഇവിടെ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ സുപ്രീം കോടതി തന്നെ നിരാകരിക്കപ്പെട്ട അല്ലെങ്കിൽ റദ്ദ് ചെയ്യപ്പെട്ട നിയമം കോടതിയിൽ നിലനിൽക്കില്ല എന്നറിഞ്ഞുകൊണ്ട് തിടുക്കത്തിൽ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് മുസ്തഫ പറഞ്ഞതുപോലെ ഈ സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നതിനല്ല എന്നുള്ളത് അത് വായിച്ചാൽ മനസ്സിലാവും. അതിന്റെ ആ ഭേദഗതിയുടെ വാചകങ്ങൾ തന്നെ സംരക്ഷിക്കുക എന്നുള്ളതല്ല, നിയന്ത്രിക്കുക എന്ന ഉദ്ദേശം തന്നെയാണ് ആ വരികൾക്കിടയിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത്. ഏതെങ്കിലും വ്യക്തിയെ ഭീഷണിപ്പെടുത്തുന്നതിനോ അപമാനിക്കുന്നതിനോ അപകീർത്തിപ്പെടുത്തുന്നതിനോ ലക്ഷ്യമിട്ട് ഏതെങ്കിലും തരത്തിലുള്ള വിനിമയ ഉപാധികളുടെ ഉള്ളടക്കം നിർമ്മിക്കുകയോ
പ്രസിദ്ധീകരിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നവർക്ക് എന്നുള്ളതാണ്. അപ്പൊ ഇത് നിയന്ത്രിക്കുകയാണ്, അല്ലാതെ സംരക്ഷിക്കുകയല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളടക്കം, ദൃശ്യ പത്രമാധ്യമങ്ങളടക്കം അത് മുഴുവനെ നിയന്ത്രിക്കുക എന്ന് ചെയ്യേണ്ടുന്നത് ഇപ്പോൾ ഗവൺമെന്റിന്റെ ആവശ്യമായി വന്നിട്ടുണ്ട്. അത് ഈ ഗവൺമെന്റ് ചെന്ന് പതിച്ചിരിക്കുന്ന കടുത്ത പ്രതിസന്ധിയുണ്ട്. ഒന്നിന് പുറകെ ഒന്നായി ഈ പെരുമഴ പോലെ പെയ്തിറങ്ങിയ അഴിമതിയുടെ കഥകൾ, അത് സ്വർണ്ണക്കള്ളക്കടത്ത് മുതൽ ഇപ്പോഴിതാ മന്ത്രിമാരുടെ പേരിൽ ബിനാമി സ്വത്ത് വരെ എത്തി നിൽക്കിയിരിക്കുന്ന വലിയ മോശമായിട്ടുള്ള ഒരു പുരോഗമന ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും ചിന്തിക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള അഴിമതിയുടെ ചെള്ളിക്കുണ്ടിൽ കേരളത്തിലെ CPM നയിക്കുന്ന ഒരു ഗവൺമെന്റ് ചെന്ന് പതിച്ചിരിക്കുന്നു. ഒപ്പം ആ പാർട്ടിക്ക് നേതൃത്വം നൽകുന്ന നേതാവിന്റെ മകൻ ഉൾപ്പെടെയുള്ള ആളുകൾ അതിനേക്കാളും ഗുരുതരമായ, ഒരുപക്ഷെ ഏറ്റവും വലിയ ഒരു തലമുറയെ തന്നെ നശിപ്പിക്കാൻ പര്യാപ്തമായ കേസിൽപ്പെട്ട് ജയിലിൽ കഴിയേണ്ടി വന്ന ഒരു സാഹചര്യം. അങ്ങനെ ഒരു ഗവൺമെന്റും ആ ഗവൺമെന്റ് നേതൃത്വം നൽകുന്ന പാർട്ടിയും ചെന്ന് പതിച്ചിരിക്കുന്ന ആ ഗുരുതരമായ പ്രതിസന്ധി മാധ്യമങ്ങൾ ചർച്ച ചെയ്യപ്പെടാൻ പാടില്ല, മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടാൻ പാടില്ല എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ ഓർഡിനൻസ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം അല്ലെന്നുണ്ടെങ്കിൽ മുസ്തഫയെ പോലെയുള്ള ആളുകൾ ഇത് സംരക്ഷിക്കാനാണ് എന്നെങ്ങനെയാണ് പറയാൻ കഴിയുക? ശരി. മാത്രവുമല്ല, ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ആദ്യം ശബ്ദമുയർത്തുന്ന ആളുകളല്ലേ ഇടതുപക്ഷം. ആ ഇടതുപക്ഷം തന്നെയാണല്ലോ ഈ പറഞ്ഞ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഈ 66A റദ്ദ് ചെയ്തപ്പോൾ സഖാവ് സീതാറാം യെച്ചൂരി പറഞ്ഞത് എന്താണ്? ആരാണ് അവിടെ പ്രമേയം കൊണ്ടുവന്നത്? ആ പ്രമേയത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ദേശാഭിമാനി എഡിറ്ററായിരിക്കുന്ന ശ്രീ P. രാജീവിന്റെ അഭിപ്രായം എന്തായിരുന്നു? ഞാൻ ഉൾപ്പെടെയുള്ള ഇടതുപക്ഷത്തിലെ നേതാക്കന്മാർ ഇതിനെയൊക്കെ സ്വാഗതം ചെയ്തതാണ്. അപ്പോൾ ആ ഒരു ഭാഗത്ത് നമ്മൾ ഇതിനെ സ്വാഗതം ചെയ്യുകയും നമുക്ക് സൗകര്യപ്രദമായി വരുമ്പോൾ നമ്മൾ നടപ്പിലാക്കാൻ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഇത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഇരട്ടത്താപ്പാണ്. ഈ ഗവൺമെന്റിന്റെ അഴിമതി റിപ്പോർട്ട് ചെയ്യപ്പെടാൻ മുസ്തഫ, ഈ അപകീർത്തി, ഭീഷണി, അപമാനിക്കൽ, ഇതൊക്കെ ആരാണ് നിശ്ചയിക്കുക? കാരണം ഈ 66A നിയമം IT ആക്ടിൽ നിന്ന് ആ വകുപ്പ് എടുത്ത് മാറ്റിക്കൊണ്ട് സുപ്രീം കോടതി നടത്തിയ ചില നിരീക്ഷണങ്ങളുണ്ട്. അതിലൊരു സുപ്രധാനമായ നിരീക്ഷണം, when judicially trained minds can reach on distant conclusions while going through the same content, then how is it possible for law enforcement agency and others to decide as to what is offensive and what is grossly ostensive? The bench said, what may be ostensive to a person may not be ostensive to the others. ഈ അപകീർത്തി എന്നൊക്കെ പറയുന്നത് ഒരു സിവിൽ സ്യൂട്ടായിരിക്കെ അതിനൊരു ക്രിമിനൽ ഒഫൻസാക്കി മാറ്റുമ്പോൾ എന്താണ് അപകീർത്തി എന്ന് ആരാണ് നിശ്ചയിക്കുക എന്ന് ചോദിക്കുന്നത് ഉന്നത നീതിപീഠമാണ്. അതായത് ജുഡീഷ്യലി ട്രെയിൻഡ് ആയിട്ടുള്ള ജഡ്ജിമാർക്ക് തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ള ഒരു കേസിൽ ഒരു അന്വേഷണ ഏജൻസി എങ്ങനെയാണ് അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക എന്നാണ് ചോദിക്കുന്നത്. അവിടെ നിങ്ങൾ ഒരു വ്യക്തതയുമില്ലാതെ നിരവധി ഗ്രേ ഏരിയകൾ തുറന്നിട്ടുകൊണ്ട് ഒരു ഡ്രാക്കോണിയൻ നിയമം ഉണ്ടാക്കി പോലീസിൽ ഇട്ടുകൊടുത്തിരിക്കുകയാണ് അടുത്ത 6 മാസത്തേക്ക്. അതിന്റെ രാഷ്ട്രീയ ലക്ഷ്യത്തെക്കുറിച്ചാണ് G. ദേവരാജൻ ചൂണ്ടിക്കാട്ടിയത്. കേരള സർക്കാരിന്റെ ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയത്തിലുള്ള തുറന്ന മനസ്സാണ് മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലുള്ളത്. നിങ്ങൾക്ക് എങ്ങനെയും വ്യാഖ്യാനിക്കാം, അത് കപടമാണ്, അതിൽ യുക്തിയില്ല, അല്ലെങ്കിൽ ന്യായീകരണമാണ് എന്നൊക്കെ പറയാം. പക്ഷേ ഞാൻ കാണുന്നത്, ഒരു ഇടതുപക്ഷ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ കൃത്യമായിട്ട് തന്നെ കാണുന്നത് കേരള സർക്കാരിന്റെ തുറന്ന മനസ്സാണ്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ വന്നിരിക്കുന്നു, അതിനെ സംബന്ധിച്ച് വിമർശനങ്ങൾ ഉയരുന്നു. ആ വിമർശനങ്ങളിൽ ഉൾക്കൊള്ളേണ്ടതുണ്ടെങ്കിൽ ഉൾക്കൊള്ളും. അതുകൊണ്ടാണ് ക്രിയാത്മക നിർദ്ദേശം എന്ന് തന്നെ അടിവരയിട്ട് പറയുന്നത്. അത് നിയമസഭയിൽ ബില്ലായിട്ട് വരേണ്ടതാണ്. ഇപ്പോ വന്ന ഓർഡിനൻസിൽ ഇപ്പോ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് സംബന്ധിച്ച ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ വരികയാണെങ്കിൽ പരിഗണിക്കും എന്നുള്ളത് തന്നെയാണ് മുഖ്യമന്ത്രി പറയുന്നത്. നേരത്തെ താങ്കൾ പറഞ്ഞതനുസരിച്ചിട്ട് മുഖ്യമന്ത്രി ഈ നിയമം കൊണ്ടുവരാൻ ഇത്ര തിടുക്കം കാണിച്ചത് എന്തിനാ? ഭാഗ്യലക്ഷ്മിയുടെ കേസിൽ മുഖ്യമന്ത്രി ഒരു വാഗ്ദാനം കൊടുത്തിരുന്നു. ആ വാഗ്ദാനം തന്റെ ഇപ്പോഴുള്ള ടേമിന്റെ കാലാവധി തീരുന്നതിന് മുമ്പ് നടപ്പിലാക്കാനുള്ള മുഖ്യമന്ത്രിയുടെ ഒരു ഇച്ഛാശക്തി, അത് ഈ കാര്യത്തിൽ മാത്രമല്ല മുഖ്യമന്ത്രി കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് കഴിഞ്ഞ 4 വർഷവും കേരള സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് ഇറക്കിയിട്ടുള്ളത്. അത് മുഖവിലക്കെടുക്കുകയാണ് ഞാൻ. അത് മുഖവിലക്കെടുക്കൊണ്ട് ചോദിക്കട്ടെ, ഭാഗ്യലക്ഷ്മിയുടെ വിഷയമുണ്ടായപ്പോൾ ഉയർന്ന നിർദ്ദേശം എന്തായിരുന്നു? പുതിയ നിയമം വേണമെന്നായിരുന്നു, അതോ നിലവിലെ നിയമം സൈബറിടത്തിലെ സ്ത്രീകൾക്കെതിരായ ആക്രമണങ്ങൾക്കെതിരെ ഉപയോഗിക്കണമെന്നായിരുന്നു? എന്തായിരുന്നു വിമൻ റൈറ്റ് ആക്ടിവിസ്റ്റുകൾ പറഞ്ഞത്? നിലവിലെ നിയമപ്രകാരം പരാതി കൊടുത്താൽ പോലും പരാതി സ്വീകരിക്കാൻ പോലും പോലീസ് തയ്യാറാകുന്നില്ല എന്നാണ്, അല്ലാതെ നിയമമില്ല എന്നായിരുന്നില്ല.
നമ്മുടെ സംവിധാനങ്ങളുടെ അപര്യാപ്തത തന്നെയാണ് ഇക്കാര്യത്തിൽ നിലനിൽക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത്. ഞാൻ അതുകൊണ്ടാണ് താങ്കളിപ്പോ ഞാൻ ഹൈക്കോടതി വിധി ഉദ്ധരിച്ചപ്പോ താങ്കൾക്കോ എന്തോ ഞാൻ എന്തോ പുതിയ കാര്യം പറയുന്നു എന്നുള്ള മട്ടിലായി. ഹൈക്കോടതി വിധിയെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞത് എന്തോ പുതിയ വിവരമാണ് എന്നുള്ള ആ ഹൈക്കോടതി വിധി ആദ്യമായി ഉദ്ധരിക്കുന്ന ഒരു CPM നേതാവ് താങ്കളാണ്. അതുകൊണ്ടാണ് ഈ നിയമ ഭേദഗതിയെ ന്യായീകരിക്കാൻ ആ ഹൈക്കോടതി വിധിയെ ആശ്രയിക്കുന്ന ആദ്യത്തെ ആളാണ് താങ്കൾ. അതുകൊണ്ടാണ് അത് പറഞ്ഞത്. ഞാനത് പറയുന്നത് വെച്ചാൽ നിങ്ങൾ ഇപ്പൊ പറഞ്ഞല്ലോ നമ്മൾ എന്താണ് അതിനകത്ത് കൃത്യമായിട്ട് ഞാൻ ഒന്നുകൂടി അത് വായിക്കേണ്ടി വരുന്നതിൽ ഖേദമുണ്ട്. Some of the abusive and unparliamentary comments may not come within the four concerns of Section 67 of the Information Technology Act. In such situations, the state has to wake up and legislate appropriate enactment to curtail the social media war. അത് സോഷ്യൽ മീഡിയയിൽ സ്ത്രീകൾ നേരിടുന്ന അവകാശ ലംഘനങ്ങളെയോ സ്ത്രീകൾ നേരിടുന്ന അതിക്രമങ്ങളെ കുറിച്ചുള്ള ഒരു പരാമർശമല്ല ശ്രീ VPP മുസ്തഫ. സോഷ്യൽ മീഡിയയിൽ ആളുകൾ ഉപയോഗിക്കുന്ന വാക്കുകൾ ചിലത് അൺപാർലമെന്ററി ആണ്. ആളുകൾ തെറി പറയാറുണ്ട് സോഷ്യൽ മീഡിയയിൽ. അത് തടയാൻ എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് സർക്കാരിനോട് ചോദ്യം. സെക്ഷൻ 66A കട്ട് ചെയ്തപ്പോ പിന്നെ IT ആക്ടിൽ ഉപയോഗിക്കുന്നത് സെക്ഷൻ 67 ആണ്. പക്ഷെ ആ സെക്ഷൻ 67 പോലും പര്യാപ്തമല്ല എന്നാണ് മെയ് 12 ഹൈക്കോടതി ഉത്തരവിലുള്ളത്. അത് ഏത് വിഷയത്തെ കുറിച്ചാണ് VPP മുസ്തഫ? അത് സ്ത്രീകൾക്കെതിരായ സൈബർ അറ്റാക്കിനെ കുറിച്ചുള്ള ഒരു പരാമർശമാണോ? അതോ ഇനി വ്യക്തികൾക്ക് സ്ത്രീയോ പുരുഷനോ ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് വ്യക്തികൾക്ക് ട്രാൻസ്ജെൻഡേഴ്സ് ഉൾപ്പെടെയുള്ള മനുഷ്യന്മാർക്ക് എതിരായിട്ടുള്ള അപമാനകരമായ പരാമർശത്തെ കുറിച്ചാണ്? എന്താണ് പറയുന്നത്? സോഷ്യൽ മീഡിയയിൽ ആളുകൾ ഉപയോഗിക്കുന്ന ഭാഷയെക്കുറിച്ചല്ലേ പറയുന്നത്? ഞാൻ പറഞ്ഞത് വളരെ കൃത്യമാണ്. കോടതി പറഞ്ഞിരിക്കുന്നത് ദ സ്റ്റേറ്റ് ഹാസ് ടു വേക്ക് അപ്പ് ആൻഡ് ലെജിസ്ലേറ്റ് അപ്രോപ്രിയേറ്റ് എനാക്ട്മെന്റ് എന്നാണ്. താങ്കൾ ചോദിച്ചു എന്തുകൊണ്ടാണ് നേരത്തെ വേറൊരു വകുപ്പിൽ ചേർത്താൽ പോലെ, എന്തിനാണ് ഇങ്ങനെ നിയമം ഉണ്ടാക്കുന്നത്, അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നതായിരുന്നു താങ്കളുടെ ചോദ്യം. അതിനുള്ള ഉത്തരമാണ് ഹൈക്കോടതി ഉത്തരവിൽ നിന്ന് ഞാൻ വാദിക്കുന്നത്. അത് ഏത് വിഷയത്തെ VPP മുസ്തഫ വ്യക്തമാക്കൂ. അത് ഏത് വിഷയത്തെ കുറിച്ചാണ്? സോഷ്യൽ മീഡിയയിൽ ആ സോഷ്യൽ മീഡിയ യൂസേഴ്സ് ഉപയോഗിക്കുന്ന ഭാഷയെക്കുറിച്ചാണോ ആ പരാമർശം? അതോ സോഷ്യൽ മീഡിയയിൽ ട്രാൻസ്ജെൻഡേഴ്സ് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ദുർബല വിഭാഗങ്ങൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങളെ കുറിച്ചാണോ? അൺപാർലമെന്ററി കമന്റ്സ് ഓൺ ദ റൈസ് ഓൺ വെബ്സൈറ്റ്സ് ഇതാണ് ആ കോടതി ഉത്തരവിൽ പറയുന്നത്. കാരണം പറയുന്നത് അൺപാർലമെന്ററി കമന്റ്സ് ഓൺ ദ റൈസ് ഓൺ വെബ്സൈറ്റ്സ്. പോട്ടെ, ഞാൻ പറഞ്ഞത് അതൊന്നുമല്ല. ഇങ്ങനെ ഇവിടെ ഇൻഫർമേഷൻ റൈറ്റ് ആണ്. അത് ആരുടെയെങ്കിലും ഔദാര്യമല്ല. ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ റൈറ്റ് ആണ്, ആരുടെയും ഔദാര്യമല്ല. പക്ഷേ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് മിസ്ഇൻഫർമേഷനുള്ള റൈറ്റ് അല്ലല്ലോ. ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഡിഫമേഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഹെയ്റ്റ് സ്പീച്ചിനോ വേണ്ടിയിട്ടുള്ള റൈറ്റ് അല്ലല്ലോ. ഇതാണ്. അതുകൊണ്ടാണ് വ്യക്തികളുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മാധ്യമ സ്വാതന്ത്ര്യം പോലെ തന്നെ പരമപ്രധാനമായിട്ട് വരുന്നത്. അത് നമ്മുടെ നാട്ടിൽ മാത്രമാണല്ലോ. ഈ യൂറോപ്യൻ പാർലമെന്റിൽ ഒരു ചർച്ച നടക്കുന്നു. ദേവാലയത്തിലുള്ള ആളുകൾക്ക് അറിയാത്തതല്ലോ. എന്താ വിഷയം? ജർമ്മനിയിൽ ഒരു നിയമം കൊണ്ടുവന്നിരിക്കുക 50 മില്യൺ യൂറോ ആണ് പിഴ. 50 മില്യൺ യൂറോ ഒരു റൈസിനെതിരെ, ഒരു സെക്സിനെതിരെ, ഹെയ്റ്റ് സ്പീച്ചോ അതുപോലുള്ള സമാനമായ സംഗതികളോ ഉണ്ടെങ്കിൽ പിഴയിടാൻ. നിങ്ങൾ നേരത്തെ പറഞ്ഞു ഇതെല്ലാം സിവിൽ മാറ്റർ മാത്രമല്ലേ. 50 മില്യൺ യൂറോ പിഴയിടാനാണ്. ഹെയ്റ്റ് സ്പീച്ച് തടയാനാണോ ഈ നിയമനിർമ്മാണം? ഒറ്റ ചോദ്യം VPP മുസ്തഫ, ഹെയ്റ്റ് സ്പീച്ച് തടയാനാണോ? ഹെയ്റ്റ് സ്പീച്ച് അല്ലല്ല, താങ്കളിങ്ങനെ പറഞ്ഞു പോരുത്. ഹെയ്റ്റ് സ്പീച്ച് തടയാൻ ഒറ്റ നിമിഷം. ഹെയ്റ്റ് സ്പീച്ച് തടയാൻ ഈ നിയമനിർമ്മാണത്തിൽ വകുപ്പുണ്ടോ? വളരെ ഗൗരവമുള്ള കാര്യമാണ് താങ്കൾ ചൂണ്ടിക്കാട്ടിയത്. വളരെ ഗൗരവമുള്ള കാര്യമായതുകൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. ഒരു ദുഷ്ടലാക്കുമില്ല. അല്ല VPP മുസ്തഫ, താങ്കൾ ചൂണ്ടിക്കാട്ടിയത് വളരെ ഗൗരവമുള്ള കാര്യമായതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഹെയ്റ്റ് സ്പീച്ച് നമ്മുടെ രാജ്യം നേരിടുന്ന വലിയ പ്രശ്നമാണ്. നമ്മുടെ സംസ്ഥാനത്ത് ഹെയ്റ്റ് സ്പീച്ച് തടയാൻ ഈ നിയമ ഭേദഗതിക്ക് സാധിക്കുമോ? താങ്കൾ വിശദീകരിക്കൂ. ദേവരാജൻ വലിയൊരു രാഷ്ട്രീയ പ്രസംഗം ഇവിടെ നടത്തി. ഒരിടപെടലും താങ്കൾ നടത്തിയില്ല. അദ്ദേഹം കഴിഞ്ഞ 120 ദിവസം നമ്മൾ ചർച്ച ചെയ്ത ബാംഗ്ലൂരെ കേസും മുഖ്യമന്ത്രിയുടെ അഴിമതിയും ഗവൺമെന്റിന്റെ അഴിമതിയും എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ സ്പീച്ച് നടത്തി. ഒരു ചോദ്യം, ഈ വിഷയമേ അല്ലാത്ത ഒരു പ്രസംഗം ദേവരാജൻ നടത്തുമ്പോ ഒരു ചോദ്യം താങ്കളുടെ ഭാഗത്തുനിന്നില്ല. അത് ഇന്ററപ്റ്റ് ചെയ്യുന്നില്ല. ഞങ്ങളുടെ കാര്യം പറയാൻ വേണ്ടിയിട്ട് ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്ക് കയറി പിടിച്ചിട്ട് ഇതാണോ നിങ്ങളുടെ നയം എന്നൊക്കെ ചോദിക്കുന്നത് എന്ത് തരം ആങ്കർ അങ്ങനെയല്ല. നിങ്ങൾ സംസാരിക്കുന്നത് വളരെ ഗൗരവമുള്ള ഒരു കാര്യത്തെ കുറിച്ചാണ്. അതിലുള്ള സംശയമാണ് ചോദിക്കുന്നത്. താങ്കൾ പറഞ്ഞു ഹെയ്റ്റ് സ്പീച്ച് ഉണ്ട്, ഹെയ്റ്റ് സ്പീച്ച് തടയാൻ ഈ നിയമ ഭേദഗതി ഉതകുമോ എന്ന ചോദ്യമാണ്. വളരെ പ്രസക്തമായ കാര്യമല്ലേ അത്? താങ്കൾ പറയുന്നത് വളരെ ഗൗരവമുള്ള കാര്യമാണ്.
അല്ല, താങ്കളുടെ സമീപനത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. കാരണം ഈ ഇന്റർപ്ഷന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഞാൻ ഒഴുക്കോട് കൂടി സംസാരിക്കുന്നത് തടസ്സപ്പെടുത്തുക. താങ്കൾ ആഗ്രഹിക്കുന്ന എതിരായിട്ടാണ് എന്റെ നിലപാട് വരുന്നത്. അത് തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇന്റർപ്റ്റ് ചെയ്യുകയും ദേവരാജൻ ഈ വിഷയമായിട്ടേ ബന്ധമില്ലാത്ത രാഷ്ട്രീയം പറയുമ്പോൾ ഇന്റർപ്റ്റ് ചെയ്യാൻ ചെയ്യുന്നത് എന്ത് ഗൗരവമാണ് നിങ്ങൾ കാണുന്നത്? ഞാൻ പറയുന്നതിന് മാത്രമേ ഗൗരവമുള്ളൂ. അപ്പൊ ദേവരാജൻ സമീപനമായത് താങ്കൾ പറയൂ പ്ലീസ്. ഞാൻ ഇടപെടുന്നില്ല, താങ്കൾ പറഞ്ഞു. നമ്മൾ വരുന്നത് ഇപ്പൊ നിങ്ങളുടെ ഈ ചാനൽ ഇരുന്നുകൊണ്ടല്ലോ നമ്മൾ സോഷ്യൽ വർക്കറും പാർട്ടി വർക്കറും ആവുന്നത്. ഈ ഒരു ആശങ്കയ്ക്കിടയിൽ സംസ്ഥാന സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയുടെ പ്രവൃത്തി എന്ത് പറയുന്നു എന്നാണ് ആളുകൾ കാതോർത്തിരിക്കുന്നത്. ഈ സമീപനമൊക്കെ വളരെ മോശം. പ്ലീസ് മുസ്തഫ, താങ്കൾ പൂർത്തിയാക്കും. കേട്ടോളാം, ഒരു സംശയമില്ല, എനിക്ക് പൂർത്തിയാക്കാനൊന്നുമില്ല. താങ്കൾ എടുത്തോ, ഞാൻ ഇരുന്ന് കേട്ടോളാം. ശരി, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ അനിവർ അരവിന്ദ്, ഞാൻ ഇരുന്ന് കേട്ടോളാം. ശ്രീ അനിവർ അരവിന്ദ്, ഇവിടെ ഒരു SOP കൊണ്ടുവരുന്ന കാര്യം സംസ്ഥാന പോലീസ് മേധാവി പറയുന്നുണ്ട്. ആ ഒരു SOP കൊണ്ട് ഈ നിയമത്തെ വളരെ നീതിപൂർവകമായി എക്സിക്യൂട്ട് ചെയ്യുന്നതിന് ഉപകാരപ്പെടുമോ? ഇത് ഓർമ്മിപ്പിക്കുന്നത് 66A അതേ പ്ലേ ബുക്കാണ്. അതായത് 66A നിയമം വരുന്നു, അത് കഴിഞ്ഞ് 66Aക്കെതിരെ എതിർപ്പുകൾ വരുമ്പോൾ അന്നത്തെ സർഡോട്ടിന്റെ ഹെഡായിരുന്ന ഗുൽഷൻ റായും ഒക്കെ കൂടി ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എന്ന് പറഞ്ഞ് നിശ്ചിത റാങ്കുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രമേ കേസെടുക്കാനുള്ള അധികാരം കൊടുക്കൂ എന്നൊക്കെ പറഞ്ഞ് കോടതിക്ക് മുന്നിൽ രക്ഷപ്പെട്ടു പോകാനുള്ള ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രോസസ് ഉണ്ടാക്കുന്നു. ഇപ്പൊ എന്റെ തോന്നലിൽ കേരള പോലീസിന്റെ മുന്നിലെ ഏറ്റവും വലിയ വറി എന്ന് പറയുന്നത് നാളെ മുതൽ വരുന്ന FIRകളെ എങ്ങനെ എണ്ണം കുറയ്ക്കാമെന്നാണ്. അല്ലെങ്കിൽ കേരള പോലീസും നിയമവ്യവസ്ഥയും തകരുന്ന അത്രയും പരാതികൾ ഇതിന്റെ മുകളിൽ വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം വെച്ചാൽ ഇത് VP മുസ്തഫ പറഞ്ഞ പോലെ സൈബർ നിയമം എന്ന് പറഞ്ഞ ഒരു അതല്ല. ഇത് എല്ലാ തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനെ, അതായത് നിങ്ങൾ രണ്ടുപേര് തമ്മിൽ എവിടെങ്കിലും ഇരുന്ന് സംസാരിച്ചാൽ ആ പ്രൈവറ്റും ഷെയർഡും പബ്ലിക്കും എന്നുള്ള ഒരു തരത്തിലുള്ള കാറ്റഗറൈസേഷനും ഇല്ലാതെ അതിനെ ക്രിമിനലൈസ് ചെയ്യാനുള്ള ഒരു വകുപ്പാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോ അതുപോലെ തന്നെ എന്താണ് പബ്ലിക് കമ്മ്യൂണിക്കേഷൻ, എന്താണ് ഷെയർഡ് കമ്മ്യൂണിക്കേഷൻ, എന്താണ് ഇതിനുള്ളിൽ ആസ്പെക്ട്സ് ഓഫ് പ്രൈവസി, ഇതിനുള്ളിൽ എന്തൊക്കെ ഇന്റർമീഡിയറികൾ വരുന്നു. വൈറാലിറ്റി എന്ന് പറയുന്നത് ഇന്റർമീഡിയറികളുടെ ഒരു പങ്കുള്ള ഇതാണ്. അപ്പോ ഈ പ്ലാറ്റ്ഫോമുകൾക്ക് പറ്റിയിട്ടോ മീഡിയയെ പറ്റിയിട്ടോ ഒന്നും പറയാതെ എന്തിനും എങ്ങനെയും എടുത്ത് ഉപയോഗിക്കാവുന്ന ഒരു വലിയൊരു ഫ്രെയിമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട കാര്യം, ഇപ്പൊ ഡിജിറ്റൽ മീഡിയനെ ഇപ്പൊ കൺട്രോൾ ചെയ്യാൻ വേണ്ടി CPIM ഡിജിറ്റൽ മീഡിയ കൺട്രോൾ ചെയ്യുന്നതിനെ പറ്റിയിട്ട് കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോ 10 ദിവസമായിട്ടുള്ള ഒരു നടപടി എടുത്തപ്പോ CPIMന്റെ സെൻട്രൽ കമ്മിറ്റി നടത്തിയൊരു പ്രസ്താവനയുണ്ട്. അതായത് CPIM is supposed to control the digital media by a government department. The CPIM believes that existing laws and IT Act is adequate for the purpose of a healthy digital media. ഈ നിലപാടിലാണ് പാർട്ടി നിൽക്കുന്നതെങ്കിൽ ഈ നിയമം പൂർണ്ണമായും അനാവശ്യമാണ്. ഈ നിലപാടിലല്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് ഈ ഇത് വേണ്ടത്. അതായത് പാർട്ടിയുടെ നിലപാടാണോ കേരളത്തിലെ നിലപാട്, അതോ കേരളത്തിലെ പ്രത്യേകിച്ചും ആഭ്യന്തര വകുപ്പിന് പ്രത്യേകിച്ച് പാർട്ടിക്ക് മീതെ അധികാരങ്ങളുണ്ടോ, പാർട്ടി ഇത് ചർച്ച ചെയ്തിട്ടുണ്ടോ, സഖ്യകക്ഷിയായിട്ടുള്ള CPI തന്നെ അവരുടെ മുഖപ്രസംഗത്തിനെതിരെ ക്രിട്ടിസൈസ് ചെയ്യപ്പെടുന്നു. ഒരു പത്രക്കുറിപ്പായി പോലും നിയമത്തിന്റെ ഡ്രാഫ്റ്റ് ജനങ്ങളുടെ മുന്നിൽ വെക്കുന്നില്ല. ഇനി ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ആയ മുഖ്യമന്ത്രി നടത്തുന്ന ഇനി കമന്റുകൾ സ്വീകരിക്കുമെന്ന് പറയുന്നതിന് മുഖ്യമന്ത്രിയുടെ വെബ്സൈറ്റിലോ മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പേജിലോ ഈ കാര്യങ്ങളൊന്നുമില്ല. അപ്പോ ഇത് എന്ത് രീതിയിലാണ് ഈ കൺസൾട്ടേഷൻ എന്ന് പറയുന്നത്? അതൊരു രാഷ്ട്രീയ പ്രവർത്തകന്റെ പ്രൈവറ്റ് കൺസൾട്ടേഷൻ ആണോ? ഒരു നിയമം ഇറക്കിയതിന് മുമ്പാണ് രാജ്യത്ത് കൺസൾട്ടേഷൻ നടക്കേണ്ടത്. ആ പ്രോസസ്സ് നടന്നിട്ടില്ല. അപ്പോ ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എന്ന് പറയുന്നത് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് 66A അതേ പ്രോസസ്സ് കോപ്പി ചെയ്തുകൊണ്ട് ഇതിന്റെ കേസുകളുടെ എണ്ണം കുറയ്ക്കാൻ വേണ്ടി പോലീസ് ചെയ്യുന്ന ഒരു തട്ടിക്കൂട്ട് പരിപാടി മാത്രമാണെന്നും ഇത് എങ്ങനെ വന്നാലും കോടതികളിൽ ചലഞ്ച് ചെയ്യപ്പെടുമ്പോൾ അതിന് മുന്നിൽ പിടിച്ചു നിൽക്കാനുള്ള ഒരു വള്ളിയാണെന്നും മാത്രമാണ്. റൈറ്റ്. കോടതികളിലേക്ക് കാര്യം എത്തുമ്പോൾ വളരെ പെട്ടെന്ന് ചിലപ്പോൾ കോടതി കാര്യത്തിൽ പരിഗണിച്ചേക്കാം. അമീൻ ഹസൻ, അങ്ങനെയെങ്കിൽ
വളരെ കുറച്ച് നാളത്തേക്ക് മാത്രം ആയുസ്സുള്ള ഒരു ഓർഡിനൻസ് ആണ് ഇതെന്ന് ഉത്തമ ബോധ്യത്തോടെ ആയിരിക്കുമല്ലോ. ഈ നിയമ നിർമ്മാതാക്കൾ പോലും നിയമത്തെക്കുറിച്ച് അറിയാത്തവരോ നിയമത്തിന്റെ പ്രൊസീജിയറിനെ കുറിച്ച് അറിയാത്തവരായിരിക്കില്ലല്ലോ. അപ്പോൾ വളരെ കുറച്ച് മാത്രം ആയുസ്സുള്ള ഒന്നാണ് എന്ന് കരുതിക്കൊണ്ട് വളരെ പെട്ടെന്ന് ഒരു ഓർഡിനൻസ് കൊണ്ടുവരികയാണ്. അതിന്റെ സാഹചര്യം നമുക്കറിയാം, അതിന് മുമ്പുണ്ടായിരുന്ന സാഹചര്യങ്ങൾ നമുക്കറിയാം. എന്തുകൊണ്ടാണ് സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് സ്ത്രീകൾക്കെതിരെ സൈബർ ഇടത്തിൽ നടക്കുന്ന അക്രമങ്ങളെക്കുറിച്ച് പോലീസ് നടപടിയെടുക്കാത്തത് എന്തുകൊണ്ടാണ്, നിലവിലുള്ള നിയമങ്ങൾ ഉപയോഗിക്കാത്തത് എന്തുകൊണ്ടാണ് തുടങ്ങി ചോദ്യങ്ങൾ ഉയർന്നതും നമുക്കറിയാം. അപ്പോൾ മന്ത്രിസഭ ഇക്കാര്യത്തിൽ തീരുമാനിച്ചപ്പോൾ തന്നെ ഉയർന്ന വിമർശനങ്ങളെ അവഗണിച്ചുകൊണ്ട് കേവലം ശിക്ഷാവിധിയിലെ കൊല്ലത്തിന്റെ എണ്ണം 2 കൊല്ലം കുറച്ചു എന്നല്ലാതെ ഒരു മാറ്റവും വരുത്താതെ ഇത്രയും ഗ്രേ ഏരിയ ഉള്ള ഒരു നിയമം കൊണ്ടുവരുന്നത് എന്ത് ലക്ഷ്യം വെച്ചായിരിക്കും? എന്താണ് ഇതുകൊണ്ട് സർക്കാരിനുള്ള നേട്ടം? അജിംസ്, അതിലേക്ക് വരുന്നതിന് മുമ്പ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ശ്രീ VPP മുസ്തഫ പറയുന്ന ഹൈക്കോടതി വിധി പുറപ്പെടുവിച്ച അതേ ബെഞ്ചിലേക്ക് ഈ ഓർഡിനൻസ് ചലഞ്ച് ചെയ്തുകൊണ്ടുള്ള ഒരു കേസ് വന്നാലും ആ ബെഞ്ച് റിലേ ചെയ്യേണ്ടി വരിക സെക്ഷൻ 66A ഓഫ് IT ആക്ട് റദ്ദ് ചെയ്ത ശ്രേയ സിംഗാൾ കേസിലെ സുപ്രീം കോടതി വിധിയാണ്. ആ സുപ്രീം കോടതി വിധിയിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെ വളരെ വെയ്ഗ് ആൻഡ് വൈഡ് ആയിട്ടുള്ള ഫ്രേസിയോളജി ഉപയോഗിച്ചുകൊണ്ട് ജഡ്ജ് ചെയ്യാൻ കഴിയാത്ത, ഡിഫൈൻ ചെയ്യാൻ കഴിയാത്ത, ഒബ്ജക്റ്റീവായി ഡിഫൈൻ ചെയ്യാൻ കഴിയാത്ത പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു നിയമനിർമ്മാണം ഉണ്ടാക്കിയെന്നാണ്. ഞാൻ ആ ജഡ്ജ്മെന്റിൽ നിന്ന് ഒരു വരി മാത്രം വായിക്കാം. വേർ നോ റീസണബിൾ സ്റ്റാൻഡേർഡ് ആർ ലേ ഡൗൺ ടു ഡിഫൈൻ ഗിൽറ്റ് in a section which creates an offense, it must be struck down as being arbitrary and unreasonable എന്നാണ് സുപ്രീം കോടതി ആ വിധിയിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് ആർട്ടിക്കിൾ 19 മാത്രം ലംഘനമല്ല, ആർട്ടിക്കിൾ 14 അൺറീസണബിളും ആർബിട്രറിയുമായ ഒരു നിയമം ഉണ്ടാക്കുന്നത് ആർട്ടിക്കിൾ 14 കൂടി ലംഘനമാണ്. ആ നിലക്ക് കേരള ഹൈക്കോടതിയിൽ തന്നെ നിലനിൽക്കാത്ത ഒരു ഓർഡിനൻസ് ആണ് സംസ്ഥാന സർക്കാർ പാസാക്കിയിരിക്കുന്നത്. അതേസമയം ശ്രീ അൻവർ അനുവരിന്ദ് പറയുന്നത് പോലെ പ്രായോഗികമായ ഒരു പ്രശ്നം നമ്മുടെ പോലീസിന് ഉണ്ടാവുകയില്ല. ഒരു SOP വന്നാലും അതിന്റെ പ്രസക്തി എത്രത്തോളമാണ്? സുപ്രീം കോടതി ഒരാളെ അറസ്റ്റ് ചെയ്യുന്നതിന് ഗൈഡ് ലൈൻസ് നൽകിയാൽ പോലും നമ്മുടെ പോലീസ് എത്രത്തോളമാണ് പാലിക്കുന്നത് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ പ്രായോഗികമായി സംഭവിക്കാൻ പോകുന്നത് ഈ SOPയിലൂടെ മറ്റൊരു ഡിസ്ക്രിഷണറി പവർ കൂടി രമ്യ ഹരിദാസിനെ അപകീർത്തിപ്പെടുത്തുന്ന സ്വഭാവം പറയുന്നത് അത് കേസുകളുടെ എണ്ണം കുറയ്ക്കാൻ. ഉദാഹരണത്തിന് ഈ കേസ് DSP മാത്രമേ ഞാൻ പറയുന്നത് അത് മാത്രമല്ല, സാധാരണക്കാരൻ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുന്നതിനേക്കാൾ DSP കൊടുക്കാൻ മടിക്കും. അതുകൊണ്ട് കേസുകളുടെ എണ്ണം കുറയുമെന്നാണ് ഇരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അല്ലല്ല, അതിൽ മറ്റൊരു അപകടമുണ്ട്. ശരിയാണ്, ഞാൻ അൻവർ പറഞ്ഞതിനെ ഖണ്ഡിക്കുകയല്ല, മറിച്ച് മറ്റൊരു അപകടം അതിനകത്ത് നിലനിൽക്കുന്നുണ്ട് എന്ന് പറയുകയാണ് ഞാൻ ചെയ്യുന്നത്. അതായത് ഇതിൽ പോലീസിന് ഇപ്പോൾ തന്നെ ഡിസ്ക്രിഷണറി പവർ നൽകുന്ന സ്വഭാവത്തിലുള്ള ഈ നിയമത്തിൽ SOP കൊണ്ടുവരുന്നതിലൂടെ ഏത് കേസ് എടുക്കണം, ഏത് കേസ് എടുക്കണ്ട എന്ന് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. അജിംസ്, ഇതിൽ പ്രായോഗികമായ മറ്റൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ തന്നെ സംസ്ഥാനത്ത് പോലീസിന് ആളുകൾ നൽകുന്ന പരാതിയിൽ സൈബർ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് IPCയിലെ വകുപ്പുകൾ പ്രകാരം തന്നെ കേസെടുക്കാവുന്ന പരാതികൾക്ക് റെസീറ്റ് പോലും നൽകാൻ തയ്യാറാവുന്നില്ല. സ്ഥാനാർത്ഥികൾക്കെതിരെ എതിരെ വരുന്ന സൈബർ ബുള്ളിങ്ങിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് DGP പ്രസ്താവന ഇറക്കുമ്പോഴും സ്ഥാനാർത്ഥികൾ നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് നൽകുന്ന പരാതികളിൽ റെസീറ്റ് നൽകാൻ പോലും തയ്യാറാവാത്ത അനുഭവങ്ങൾ ഇപ്പോൾ കേരളത്തിലുണ്ട്. അതുപോലെ തന്നെ സമാനമായ ധാരാളം അനുഭവങ്ങൾ സാധാരണക്കാർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുക. IPCയിലെ വകുപ്പ് പ്രകാരം തന്നെ കേസെടുക്കാവുന്ന സംഘപരിവാറിന്റെ നേതാക്കൾ പ്രതീഷ് വിശ്വനാഥിനെ പോലുള്ള ആളുകൾ എത്രയെത്ര കുറ്റകൃത്യങ്ങളാണ് സൈബർ ഇടത്തിൽ വ്യത്യസ്ത രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എത്ര പരാതികൾ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ലഭിച്ചിട്ടുണ്ടാവും, എത്ര പരാതികൾ DGPക്ക് ലഭിച്ചു. ഞാൻ തന്നെ വ്യക്തിപരമായി മുഖ്യമന്ത്രിക്കും DGPക്കും അദ്ദേഹത്തിന്റെ ഒരു ബാബരി മസ്ജിദ് വിധി വന്ന ദിവസം നടത്തിയ പരാമർശവുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിട്ടുണ്ട്. ഒരു നടപടിയും ഓട്ടോമേറ്റഡായി വരുന്ന ഒരു മറുപടി അല്ലാതെ ഒരു നടപടിയും സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടില്ല. ഇങ്ങനെ വളരെ ജനാധിപത്യ വിരുദ്ധമായ രീതിയിൽ മുസ്ലിം വിരുദ്ധമായ, ദളിത് വിരുദ്ധമായ, ട്രാൻസ്ജെൻഡറുകൾക്കെതിരെ, ലൈംഗിക ന്യൂനപക്ഷങ്ങൾക്കെതിരായ സ്ത്രീ വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിക്കുന്ന സംസ്ഥാന പോലീസിൽ ഒരു ജനാധിപത്യപരമായ പരിഷ്കരണത്തിന് തയ്യാറാകുന്നതിന് പകരം പോലീസിന് കൂടുതൽ അധികാരം നൽകുന്ന, അമിതാധികാരം നൽകുന്ന സ്വഭാവത്തിലുള്ള പൗരന്റെ മൗലികാവകാശത്തെ, അതും അറസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് എത്ര പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ പാലിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എന്താണ് കാര്യം? വിചാരണ ഘട്ടത്തിലേക്ക് എത്തിയതിനു ശേഷം ഒരാൾക്ക് നീതി എന്ന ചോദ്യം നമ്മുടെ മുസ്തഫ, അമീൻ ഹസൻ ചൂണ്ടിക്കാട്ടുന്ന കാര്യങ്ങൾ കൂടി താങ്കളുടെ ശ്രദ്ധയിലേക്ക് വരികയാണ്. VP മുസ്തഫ, ഇത്രയും കൺസേൺസ് ഉണ്ട്, ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന എല്ലാവരും കൺസേൺസ് ഉന്നയിക്കുന്നുണ്ട്, പുറത്തു നിന്നും കൺസേൺസ് വരുന്നുണ്ട്.
ഇത് സംബന്ധിച്ച ചോദ്യത്തോടെ ധനമന്ത്രി തോമസ് ഐസക് പറഞ്ഞത് ഞാൻ അതേക്കുറിച്ച് പ്രതികരിക്കുന്നില്ല, നിയമമന്ത്രി പ്രതികരിക്കട്ടെ എന്നാണ്. പക്ഷേ ഇതുവരെയും അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. ഇത്രയും വിവാദമായ ഒരു ഓർഡിനൻസിനെ കുറിച്ച് നിയമമന്ത്രി ഈ സമയം അത്രയും മൗനം പാലിക്കുന്നത് കൊണ്ടുകൂടിയാണ് ഈ അവ്യക്തത തുടരുന്നത്. ശ്രീ VPP മുസ്തഫ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വളരെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഞാൻ അതാ പറഞ്ഞത്, താങ്കളുടെ അജണ്ട എന്താണ്? മുഖ്യമന്ത്രി കൃത്യമായിട്ടൊരു നിലപാട് വ്യക്തമാക്കിയിരിക്കെ പിന്നെ നിയമമന്ത്രി പറഞ്ഞിട്ടില്ല, ധനമന്ത്രി പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്നതിൽ എന്ത് കാര്യമാണുള്ളത്? ഞാനുള്ള മുഖ്യമന്ത്രി തുറന്ന മനസ്സ് പ്രകടിപ്പിച്ചു കഴിഞ്ഞല്ലോ. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഉള്ള ചില ഇവിടെ മാത്രമല്ല, ഞാൻ പറഞ്ഞത് അങ്ങനെയൊക്കെയാണെങ്കിൽ സിദ്ദീഖ് കാപ്പന്റെ നിങ്ങളെ കൂട്ടത്തിൽ ഒരാളാണ്. ഏതെങ്കിലും ഒരു ചാനൽ ചർച്ച ചെയ്യാൻ തയ്യാറായോ? ഏതെങ്കിലും മണിക്കൂറുകൾ ചർച്ച ചെയ്യാൻ തയ്യാറായോ? അതിവിടെ കിടക്കുക. ഈ പറയുന്ന ഒരു നിയമവും ഇല്ലല്ലോ. ഒരു നിയമവും ഇല്ലാതിരുന്നിട്ട് പോലും ഡൽഹിയിലെ പത്രപ്രവർത്തകരുടെ സംഘടനയുടെ ഭാരവാഹിയും മലയാളിയുമായിട്ടുള്ള സിദ്ദീഖ് കാപ്പൻ എത്ര ദിവസമായി കിടക്കുന്നു? ഇതാണ് ഉള്ള സ്ഥിതി. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും വലിയ അപകടം സംഭവിക്കാൻ പോകുന്നു എന്ന ഒരു ധാരണയും ഉണ്ടാവട്ടെ. കേരളം ഏറ്റവും രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള നാടാണ്, ഏറ്റവും നല്ല ജനാധിപത്യ ഇടപെടൽ നടത്താൻ വേണ്ടി കഴിയുന്ന നാടാണ്. അവിടെ ഏതെങ്കിലും ചില ആളുകളെ വീട് തരാം, സ്വത്ത് തരാം, അതൊക്കെ തരാം എന്ന് പറഞ്ഞിട്ട് മതം മാറ്റിയിട്ട് പാർട്ടിയിൽ ചേർക്കുന്നത് പോലെയുള്ള രാഷ്ട്രീയമൊന്നും കേരളത്തിൽ പോലും നടക്കില്ല എന്ന് നമ്മൾ കാണുകയാണല്ലോ. അങ്ങനെ ചില വാർത്തകളും കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന പോലീസ് പരാതി കൊടുത്തിട്ട് റെസീറ്റ് കൊടുക്കാത്തതിനെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങളോ പറയുമ്പോ അതൊക്കെ ഉണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അതൊക്കെ പൊതുവൽക്കരിച്ച് ആകെ സംവിധാനം അങ്ങനെയാണ്. എന്നാൽ കേരളത്തിലെ ജനമൈത്രി പോലീസ് സംവിധാനമോ? ഈ കോവിഡ് കാലത്ത് പോലും എത്രയേറെ അഗതികളെ രക്ഷപ്പെടുത്തി ഈ പോലീസുകാർ, എത്രയേറെ ആളുകൾക്ക് ജീവനും സ്വത്തിനും, അത് പോലീസിന്റെ ഡ്യൂട്ടിയാണ്. പക്ഷെ അതിനപ്പുറത്തേക്കും കടക്കാൻ ഈ ജനമൈത്രി പോലീസിംഗ് എന്ന് പറയുന്ന കാഴ്ചപ്പാടിലൂടെ എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ലേ? അതുകൊണ്ട് അത് ആശങ്കകളുണ്ട്. മുസ്തഫ, ഈ ആശങ്ക ഉയരുന്നത് പോലും കേരളത്തിന്റെ താങ്കൾ തന്നെ ചൂണ്ടിക്കാട്ടിയ ഉയർന്ന ജനാധിപത്യ ബോധത്തിന്റെയും രാഷ്ട്രീയ പ്രബുദ്ധതയുടെയും ഫലമാണ് എന്നുകൂടി സർക്കാരിന് നേതൃത്വം കൊടുക്കുന്നവർ മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് ഈ നിയമത്തെക്കുറിച്ചുള്ള റിവ്യൂ യഥാർത്ഥത്തിൽ ജനാധിപത്യപരമായി സാധ്യമാണ്. പ്രധാനമായിട്ടുള്ള കാര്യമാണ് മാധ്യമ സ്വാതന്ത്ര്യം പോലെ തന്നെ വ്യക്തി സ്വാതന്ത്ര്യവും. വളരെ നന്ദി ശ്രീ VPP മുസ്തഫ ജി ദേവരാജൻ, അൻവർ അരവിന്ദ്, അമീൻ ഹസൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് പ്രതികരിച്ചതിന് ഒരു ഇടവേള.